ഹലോ ഡിയേഴ്സ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങളെക്കുറിച്ചും അതിലെ പ്രധാനപ്പെട്ട രാജാക്കന്മാരെക്കുറിച്ചും കേരള നവോത്ഥാന നായകരെക്കുറിച്ചുമെല്ലാമാണ് കേരള ഹിസ്റ്ററിയിൽ നാം പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1601 മുതൽ 1950 വരെ നീണ്ടു നിൽക്കുന്ന കേരളത്തിലെ കാലഘട്ടത്തിലേക്കുള്ള ചെറിയൊരു എത്തിനോട്ടമാണ് കേരള ഹിസ്റ്ററിയിലുള്ളത്. അതായത് 17-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ട് വരെയുള്ള കേരള ചരിത്രത്തിലെ അതിപ്രധാനമായ സംഭവങ്ങളിലേക്കുള്ള ഒരു പഠനമാണ് നമ്മുടെ കേരള ഹിസ്റ്ററിയിൽ വരുന്നത്. ആ 17-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെയുള്ള കേരളത്തിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ കേരളത്തിന് ഇന്ന് കാണുന്ന രീതിയിലുള്ള ജില്ലകളോ സർക്കാർ നിയമ ജനാധിപത്യ ഭരണ സംവിധാനങ്ങളോ ഇല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് കേരളത്തിലെ ഓരോ പ്രദേശങ്ങളും സ്ഥലങ്ങളും നാട്ടുരാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും നാട്ടുജന്മിമാരുടെയും എല്ലാം കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ കീഴിൽ ജനങ്ങൾ പണിയെടുക്കുകയും കേരളം വിവിധ നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട് കിടക്കുകയും ചെയ്യുകയായിരുന്നു. കേരളത്തെ അന്ന് 3 ഭാഗങ്ങളായി തിരിച്ചിരുന്നു: തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. ഇങ്ങനെ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ വിഭജിച്ച രൂപത്തിൽ കേരളം നിലനിന്നിരുന്നുവെങ്കിലും അതിന്റെ സവിശേഷതകൾ തികച്ചും വ്യത്യസ്തമായിരുന്നു. ആദ്യമായി കേരളത്തിലെ ആധുനിക തിരുവിതാംകൂർ രാജ്യത്തെ ഭരണാധികാരികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആധുനിക തിരുവിതാംകൂർ രാജ്യത്തെ ഭരണാധികാരികൾ എന്ന് പറയുമ്പോൾ 1729 മുതൽ 1949 വരെ നീണ്ടു നിൽക്കുന്നതാകുന്നു ആധുനിക തിരുവിതാംകൂർ രാജ്യത്തെ ഭരണാധികാരികളുടെ കാലഘട്ടം. അതിൽ ഒന്നാമത്തെ രാജാവാകുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. രണ്ടാമത്തേത് കാർത്തിക തിരുനാൾ രാമവർമ്മ. കാർത്തിക തിരുനാൾ രാമവർമ്മയെ ധർമ്മരാജ രാമവർമ്മ എന്നും പറയും. മൂന്നാമത്തേത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. 4 റാണി ഗൗരി ലക്ഷ്മിബായി. 5 ഗൗരി പാർവതിബായി. 6 സ്വാതി തിരുനാൾ രാമവർമ്മ. 7 ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 8 ആയില്യം തിരുനാൾ രാമവർമ്മ. 9 വിശാഖം തിരുനാൾ രാമവർമ്മ. 10 ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. 11 സേതു തിരുനാൾ രാമവർമ്മ. 12 ലാസ്റ്റത്തെ മഹാരാജാവാകുന്നു ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 1729 മുതൽ തുടങ്ങി 1949 വരെ നീണ്ടു നിൽക്കുന്നതാകുന്നു ഇവരുടെ ചരിത്രം. അതായത് ആധുനിക തിരുവിതാംകൂർ ചരിത്രം എന്നത് 18-ാം നൂറ്റാണ്ടിൽ തുടങ്ങി 20-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ നീണ്ടു നിൽക്കുന്നതാകുന്നു. ഇന്ത്യയിലേക്ക് വന്ന വിദേശികളെ BCE കാലഘട്ടം മുതൽ നമുക്കൊന്ന് ഓർഡർ ചെയ്യാം. 1500 BCEയിൽ ഇന്ത്യയിലേക്ക് ആദ്യമായി വരുന്ന വിദേശികളാകുന്നു ആര്യന്മാർ. 536 BCEയിൽ ഇന്ത്യയിലേക്ക് വരുന്ന വിദേശികളാകുന്നു പേർഷ്യൻസ്. 327 BCEയിൽ ഇന്ത്യയിലേക്ക് വരുന്ന വിദേശികളാകുന്നു ഗ്രീക്കുകാർ. പിന്നീട് ADയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കോമൺ ഇറയിലേക്ക് വരുമ്പോൾ 226 CEയിൽ സസാനിയൻസ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. 1526 CEയിൽ മുഗൾസ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നീട് 1498 അതായത് 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. പോർച്ചുഗീസുകാർക്ക് ശേഷം പിന്നെ ഇന്ത്യയിലേക്ക് വന്നത് ബ്രിട്ടീഷുകാരാകുന്നു. അത് 1600-ലാകുന്നു, 16-ാം നൂറ്റാണ്ടിലാകുന്നു. അതിനുശേഷം ഡച്ചുകാർ 1605-ൽ ഡച്ചുകാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം ഫ്രഞ്ചുകാരും ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോർച്ചുഗീസ് മുതൽ അങ്ങ് ശ്രദ്ധിച്ചാൽ മതി. പോർച്ചുഗീസുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാർ, ബ്രിട്ടീഷുകാർക്ക് ശേഷം ഡച്ചുകാർ, ഡച്ചുകാർക്ക് ശേഷം ഫ്രഞ്ചുകാർ. ഇങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന വിദേശികളെ നമ്മളൊന്ന് മനസ്സിലാക്കുക. താങ്ക് യു. ഹലോ ഡിയേഴ്സ്. കേരള ഹിസ്റ്ററിയുടെ പഠനത്തിന്റെ ഭാഗമായി നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേരാകുന്നു ബ്രിട്ടീഷുകാർ കേരളത്തിൽ. As part of the study of Kerala history, the topic we are going to learn next is the British in Kerala. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു 3 ടേംസ് നമ്മൾ പരിചയപ്പെടാം. കാരണം 3 ടേംസ് നമ്മൾ പലപ്പോഴായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഇംഗ്ലീഷുകാർ എന്ന് പറഞ്ഞാലും ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാകുന്നു ഉൾക്കൊള്ളുന്നത്. ബ്രിട്ടീഷുകാർക്ക് ഇംഗ്ലീഷുകാർ എന്ന് പറയാറുണ്ട്. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു ടേമാകുന്നു സാമൂതിരി. സാമൂതിരി എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ കോഴിക്കോട് ഡൈനസ്റ്റി, അതായത് കേരളത്തിലെ കോഴിക്കോട് രാജവംശം ഭരിച്ച ശക്തമായ ഭരണാധികാരികളായിരുന്നു സാമൂതിരിമാർ. സാമൂതിരി എന്ന ഒരു പേരുണ്ടല്ലോ, സാമൂതിരി എന്ന പേര് കോഴിക്കോട് ഡൈനസ്റ്റിയിലെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാകുന്നു. പിന്നെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു ടേമാകുന്നു പണ്ടകശാല. പണ്ടകശാല എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യാപാരശാല എന്നാകുന്നു, അല്ലെങ്കിൽ വ്യവസായശാല എന്നാകുന്നു, അല്ലെങ്കിൽ ഫാക്ടറി എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ എന്തിന്റെ ഫാക്ടറിയാണ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ഗോഡൌൺ ആയിരുന്നു. കുരുമുളക്, കറുവപ്പട്ട, കശുവണ്ടി, കൊപ്ര, മസാലകൾ ഇവ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച ഗോഡൌണുകൾക്ക് പറയുന്ന പേരാണ് പണ്ടകശാല, അല്ലെങ്കിൽ വ്യവസായശാല, അല്ലെങ്കിൽ വ്യാപാരശാല, അല്ലെങ്കിൽ ഫാക്ടറി എന്നൊക്കെയുള്ള ടേം കൊണ്ടോട് ഉദ്ദേശിക്കുന്നത്. ഈ 3 ടേമുകളൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മളിവിടെ ഇങ്ങനെ പലപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരന്റെ പേരാകുന്നു മാസ്റ്റർ റാൽഫിച്ച്. ഇന്ത്യയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനാകുന്നു മാസ്റ്റർ റാൽഫിച്ച്. കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരനും മാസ്റ്റർ റാൽഫിച്ച് തന്നെയാകുന്നു. 1583-ലാണ് മാസ്റ്റർ റാൽഫിച്ച് കേരളത്തിലെത്തിയത്. ഇനി പഠിക്കാനുള്ളത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി 1615-ൽ കേരളത്തിലെത്തിയ ഇംഗ്ലീഷുകാരന്റെ പേരാകുന്നു ക്യാപ്റ്റൻ കീലിംഗ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി 1615-ൽ കേരളത്തിലെത്തിയ ഇംഗ്ലീഷുകാരനാകുന്നു ക്യാപ്റ്റൻ കീലിംഗ്.
ഇനി നമ്മളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വരുവാണ്, കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആരെന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ അവിടെ മാസ്റ്റർ റാൽഫിച്ചും ക്യാപ്റ്റൻ കീലിംഗും ഓപ്ഷനിലുണ്ടെങ്കിൽ ആൻസർ എഴുതേണ്ടത് മാസ്റ്റർ റാൽഫിച്ച് തന്നെയാകുന്നു. ഇനി ഓപ്ഷനിൽ മാസ്റ്റർ റാൽഫിച്ച് ഇല്ല എങ്കിൽ ക്യാപ്റ്റൻ കീലിംഗിന്റെ പേര് കൊടുക്കാം. ഓക്കെ. പോർച്ചുഗീസുകാരുമായി ആ സമയത്ത് അത്ര നല്ല ബന്ധത്തിലല്ലായിരുന്നു സാമൂതിരി പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും കെട്ടിക്കണം എന്ന ഇംഗ്ലീഷുകാരുമായുള്ള കരാറിൽ ക്യാപ്റ്റൻ കീലിംഗുമായി സാമൂതിരി ഒരു ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടിയുടെ ഭാഗമായി സാമൂതിരി തന്റെ രാജ്യമായ കോഴിക്കോട്ട് വാണിജ്യം നടത്താനുള്ള സ്വാതന്ത്ര്യം ഇംഗ്ലീഷുകാർക്ക്, അതായത് ബ്രിട്ടീഷുകാർക്ക് നൽകി. ഓക്കെ. ഇനി ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ പണ്ടകശാല, അതായത് ആദ്യത്തെ വ്യാപാരശാല എവിടെയായിരുന്നു, അത് ഏത് വർഷമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോടല്ല, അത് തിരുവിതാംകൂറിലെ, അതായത് തിരുവനന്തപുരത്തായിരുന്നു. തിരുവനന്തപുരത്ത് വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്ത് 1644 ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച പണ്ടകശാലയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ പണ്ടകശാല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ വ്യാപാരശാല എവിടെയായിരുന്നു, ഏത് വർഷമായിരുന്നു എന്ന് ചോദിച്ചാൽ അത് തിരുവിതാംകൂറിലെ, അതായത് ഇന്നത്തെ തിരുവനന്തപുരത്തുള്ള വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്ത് 1644 ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച വ്യാപാരശാലയാകുന്നു ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ആദ്യത്തെ വ്യാപാരശാല. ഓക്കെ. ഇനി നമ്മൾ ആദ്യം പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ, ബ്രിട്ടീഷുകാർ കോഴിക്കോട് സാമൂതിരിയുമായി നടത്തിയൊരു കരാറ്. ആ കരാറെന്ന് വെച്ചാൽ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വ്യാപാരം ചെയ്യാനുള്ള അനുമതി തരാമെന്ന് കോഴിക്കോട് സാമൂതിരി ബ്രിട്ടീഷുകാരോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും പുറത്താക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നടത്തുന്ന സമയത്ത് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും തമ്മിലൊരു ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ അതിന് മുമ്പേ തന്നെ എന്ത് സംഭവിച്ചു, കൊച്ചിയിൽ ആധിപത്യം ചെലുത്തിയിരുന്ന പോർച്ചുഗീസുകാരെ തുരത്താനായിട്ട് ബ്രിട്ടീഷുകാർ പ്ലാൻ ചെയ്യുന്ന സമയത്താണ് പോർച്ചുഗീസുകാരെ ഡച്ചുകാർ വന്ന് പരാജയപ്പെടുത്തുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാരെ ഡച്ചുകാർ വന്ന് പരാജയപ്പെടുത്തുന്നു. അങ്ങനെ 1663 ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുക്കുന്നു. ഓക്കെ. അപ്പം അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുക്കുന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1663 അത് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ടാണ് ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുക്കുന്നത്. അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. 1664 പിന്നീട് കോഴിക്കോട് ഒരു ഫാക്ടറി, അതായത് ഒരു പണ്ടകശാല തുടങ്ങാനുള്ള അനുമതി ബ്രിട്ടീഷുകാർക്ക് കോഴിക്കോട് നിന്ന് ലഭിക്കുന്നത്. ഓക്കെ. കോഴിക്കോട് ഒരു വ്യാപാരശാല തുടങ്ങാനുള്ള ഒരു അനുവാദം അവർക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ തന്നെ അവർക്ക് തിരുവിതാംകൂറിന് അനുമതി ലഭിച്ച് അവിടെ വ്യാപാരശാല അവർ തുടങ്ങുകയൊക്കെ ചെയ്തു. ഓക്കെ. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷുകാർ കേരളത്തിൽ തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാരശാല എന്ന് പറയുന്നത് 1673 തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങിൽ തുടങ്ങിയ വ്യാപാരശാലയാണ് അവർ തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാരശാല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ കേരളത്തിൽ തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വിപുലമായ രീതിയിൽ, ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ബ്രിട്ടീഷുകാർ കേരളത്തിൽ തുടങ്ങുന്ന ഒരു വ്യാപാരശാല അല്ലെങ്കിൽ പണ്ടകശാല എന്ന് പറയുന്നത് 1673 ഇന്നത്തെ തിരുവനന്തപുരത്തുള്ള അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് തുടങ്ങിയ വ്യാപാരശാലയാണ് ഈ ബ്രിട്ടീഷുകാർ കേരളത്തിൽ തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല അല്ലെങ്കിൽ വ്യാപാരശാല എന്ന് പറയുന്നത്. ഓക്കെ. അത് 1673. അപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണയായിട്ട് കണ്ടിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കേരളത്തിൽ തുടങ്ങുന്ന ഏറ്റവും ആദ്യത്തെ പണ്ടകശാല എവിടെയായിരുന്നു, അത് ഏത് വർഷമായിരുന്നു എന്നുള്ളതാണ്. അത് തിരുവിതാംകൂറിലെ വിഴിഞ്ഞം എന്ന് പറയുന്ന സ്ഥലത്ത് 1644. രണ്ടാമത് ചോദിക്കുന്ന ചോദ്യം ബ്രിട്ടീഷുകാർ കേരളത്തിൽ തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാല ഏതായിരുന്നു ചോദിച്ചാൽ അതും തിരുവിതാംകൂറിലാണ്. പക്ഷെ തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് 1673. പിന്നെ മൂന്നാമത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ കേരളത്തിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ മാസ്റ്റർ റാൽഫിച്ച് ആണ് ശരിക്കുള്ള ആൻസർ. പിന്നെ ക്യാപ്റ്റൻ കീലിംഗും ഉണ്ട്. ഈ 2 ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് മാസ്റ്റർ റാൽഫിച്ചിനെയാണ്. മാസ്റ്റർ റാൽഫിച്ച് ഇല്ല എങ്കിൽ ക്യാപ്റ്റൻ കീലിംഗിനെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ തന്നെയാണ്. പിന്നെ ചില ടൈം ലൈനിലുള്ള ഒരു വേരിയേഷൻ കാരണം നമുക്ക് ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി ഈ പറയുന്ന മാസ്റ്റർ റാൽഫിച്ചിനും സെക്കൻഡ് പ്രയോറിറ്റി ക്യാപ്റ്റൻ കീലിംഗിനുമാണ്. മാസ്റ്റർ റാൽഫിച്ച് ഇല്ല എങ്കിൽ ക്യാപ്റ്റൻ കീലിംഗ് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ. 2 പേരും ഉണ്ടെങ്കിൽ മാസ്റ്റർ റാൽഫിച്ചിനെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ പറയുന്നത് പോലെ ബ്രിട്ടീഷുകാർ കേരളത്തിൽ തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരശാല ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് 1673 തുടങ്ങുന്ന വ്യാപാരശാലയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ തുടങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരശാല എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ വ്യാപാരശാലയൊക്കെ തുടങ്ങി അവർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഇതേ തിരുവിതാംകൂറിൽ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് 1684 വീണ്ടും വ്യവസായശാല തുടങ്ങാനുള്ള അനുവാദം തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങിലെ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും അവർക്ക് ലഭിച്ചു. അപ്പോൾ 1684 ബ്രിട്ടീഷുകാർക്ക് വീണ്ടും എന്ത് ചെയ്തു, തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങിലെ വ്യവസായശാല നിർമ്മിക്കാനുള്ള അനുവാദം അവിടുത്തെ ആറ്റിങ്ങൽ റാണിയിൽ നിന്നും ലഭിച്ചു. എന്നിട്ട് 1690 കോട്ട കെട്ടുവാനുള്ള അനുവാദവും അവർക്ക് കിട്ടി. അതിനുശേഷം 1695 അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ഒരു കോട്ട പണിതു പൂർത്തിയാക്കി.
അപ്പോൾ ബ്രിട്ടീഷുകാർ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏതെന്ന് ചോദിച്ചാൽ 1695 തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങിൽ നിർമ്മിച്ച അഞ്ചുതെങ്ങ് കോട്ടയായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചുതെങ്ങ് കലാപം എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണിത ആദ്യത്തെ കോട്ട എന്നത് 1695 തിരുവനന്തപുരത്തുള്ള അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് പണിത കോട്ടയാകുന്നു. ആ കോട്ടയുടെ പേരാകുന്നു അഞ്ചുതെങ്ങ് കോട്ട. ഈ അഞ്ചുതെങ്ങ് കോട്ടയാണ് ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണിത ആദ്യ കോട്ട. അത് 1695 അഞ്ചുതെങ്ങ് കോട്ട ബ്രിട്ടീഷുകാർക്ക് തിരുവനന്തപുരത്തെ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്ത് പണിയുവാനായിട്ടുള്ള അനുവാദം കൊടുത്തത് തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണിയായിരുന്നു. ഉമയമ്മ റാണി ഇതുകൂടാതെ ബ്രിട്ടീഷുകാർക്ക് മറ്റൊരു അനുവാദം കൂടി നൽകി. അതാകുന്നു കുരുമുളകിന്റെ വ്യാപാര കുത്തകാവകാശം. അതായത് കുരുമുളകിന്റെ വില നിശ്ചയിക്കുവാനുള്ള അവകാശം കൂടി ബ്രിട്ടീഷുകാർക്ക് ഉമയമ്മ റാണി കൊടുത്തു. ഇതിൽ രോഷാകുലരായ നാട്ടുകാർ 1697 അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷുകാരുടെ ഫാക്ടറി ആക്രമിച്ചു. അതായത് അഞ്ചുതെങ്ങിലെ ബ്രിട്ടീഷുകാരുടെ കോട്ട ആക്രമിച്ചു. ഇതിനെ അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നു. അഞ്ചുതെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ്. അത് 1697 എന്നാൽ മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആറ്റിങ്ങൽ കലാപമാകുന്നു. അതിന്റെ വർഷം 1721 ഓക്കെ, അപ്പോൾ കേരള ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യത്തെ ഫാക്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെത്തിയ അല്ലെങ്കിൽ കേരളത്തിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആദ്യ ബ്രിട്ടീഷുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതിന് ശരിക്കും പറഞ്ഞാൽ രണ്ട് ഉത്തരങ്ങളാണുള്ളത്. ഒന്ന് മാസ്റ്റർ റാൽഫിച്ചും രണ്ട് ക്യാപ്റ്റൻ കീലിംഗും. മാസ്റ്റർ റാൽഫിച്ച് വന്നത് 1583 ക്യാപ്റ്റൻ കീലിംഗ് വന്നത് 1615 ഓപ്ഷനിൽ രണ്ട് പേരും ഉണ്ടെങ്കിൽ അതിന് ചൂസ് ചെയ്യേണ്ടത് മാസ്റ്റർ റാൽഫിച്ചിനെയാണ്. മാസ്റ്റർ റാൽഫിച്ച് ഇല്ല എങ്കിൽ ക്യാപ്റ്റൻ കീലിംഗിനെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ആദ്യ വ്യാപാരശാല ഏത് വർഷമായിരുന്നു, എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അത് 1644 തിരുവിതാംകൂറിലെ വിഴിഞ്ഞത്ത് ആരംഭിച്ച വ്യാപാരശാലയാകുന്നു ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ആദ്യ വ്യാപാരശാല. അത് തിരുവിതാംകൂറിലെ വിഴിഞ്ഞത്ത് 1644 മൂന്നാമത്തെ ഫാക്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരശാല ഏതാണെന്ന് ചോദിച്ചാൽ അത് 1673 തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങിൽ ആരംഭിച്ച വ്യാപാരശാലയാകുന്നു ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരശാല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ആദ്യ വ്യാപാരശാല അത് 1644 തിരുവിതാംകൂറിലെ വിഴിഞ്ഞത്ത്. ഇനി ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരശാല അത് 1673 തിരുവിതാംകൂറിലെ അഞ്ചുതെങ്ങിൽ. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അത് അഞ്ചുതെങ്ങ് കലാപമാണ്. അത് 1697 ബ്രിട്ടീഷുകാർ കേരളത്തിൽ പണിത ആദ്യത്തെ കോട്ട അത് 1695 അഞ്ചുതെങ്ങ് കോട്ട. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം അത് 1721 നടന്ന ആറ്റിങ്ങൽ കലാപം. അപ്പോൾ ഇത്രയും പോയിന്റ്സ് മറക്കാതെ ഓർത്തു വയ്ക്കുക. ഇത് എക്സാമിന് റിപ്പീറ്റഡ് ആണ്, അതുകൊണ്ട് എല്ലാവരും ഓർത്തു വയ്ക്കുക. താങ്ക് യു. ഇനി നമുക്ക് ആറ്റിങ്ങൽ കലാപം എന്താണെന്ന് നോക്കാം. ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിലെ ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണിക്ക് നൽകുന്ന സമ്മാനങ്ങളും പാരിതോഷികങ്ങളുമെല്ലാം തിരുവിതാംകൂറിലെ അന്നത്തെ ഫ്യൂഡൽ പ്രഭുക്കളായിരുന്ന എട്ടുവീട്ടിൽ പിള്ളമാർ മുഖേന നൽകണം എന്നവർ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടു. കേരളവുമായി അന്ന് വ്യാപാര ഇടപാട് നടത്തിക്കൊണ്ടിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര നേതാവായിരുന്ന ഗിഫോർഡ് ഈ ആവശ്യം നിരസിച്ചു. ഗിഫോർഡിന്റെ നേതൃത്വത്തിൽ 140 പേരടങ്ങുന്ന സംഘം ഉമയമ്മ റാണിക്ക് സമ്മാനങ്ങളുമായി പോയി. ഇതിൽ രോഷാകുലരായ എട്ടുവീട്ടിൽ പിള്ളമാരും നാട്ടുകാരും കൂടി ഈ സംഘത്തെ ആക്രമിച്ചു കൊലപ്പെടുത്തി. ഇതിനെ ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നു. ആറ്റിങ്ങൽ കലാപത്തിന്റെ ഡേറ്റ് എന്നത് 1721 ഏപ്രിൽ 15 ഈ ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപവും. ഈ ഒരു കലാപം കേരളക്കരയൊട്ടാകെ വലിയ പ്രശ്നമായി മാറി. ഇതിനുശേഷം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ആറ്റിങ്ങൽ റാണിയും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടു. ആ കരാറിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാകുന്നു: ഈ ഒരു ആക്രമണത്തിൽ കമ്പനിക്കുണ്ടായ എല്ലാ നാശനഷ്ടങ്ങളും റാണി പരിഹരിക്കണം. രണ്ടാമത്തെ പോയിന്റാകുന്നു കുരുമുളക് കച്ചവടത്തിന്റെ എല്ലാ കുത്തകാവകാശവും ഇനി മുതൽ ഇംഗ്ലീഷുകാർക്കായിരിക്കും. മൂന്നാമത്തെ പോയിന്റാകുന്നു ഇഷ്ടമുള്ളിടത്തെല്ലാം വ്യവസായശാലകൾ സ്ഥാപിക്കാൻ ഇംഗ്ലീഷുകാർക്ക് അവകാശം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതോടുകൂടിയിട്ട് അഞ്ചുതെങ്ങ് കോട്ട, അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ റാണി, ആറ്റിങ്ങൽ കലാപം
ഇതുമായി സംബന്ധിച്ചിട്ടുള്ള എല്ലാ പോയിന്റ്സും കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വേണാട് ഉടമ്പടിയെ അതുമായി സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചുമാണ്. കേരള ഹിസ്റ്ററിയുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായ 3 രാജാക്കന്മാരുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ 3 രാജാക്കന്മാരെ കുറിച്ചെങ്കിലും നമ്മൾ അറിയുകയും പഠിക്കുകയും ചെയ്യണം. അവരുടെ പേരൊന്ന് വായിക്കാം. ഫസ്റ്റ് വൺ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. സെക്കൻഡ് പഴശ്ശി രാജ. മൂന്നാമത്തെ ആളാകുന്നു വേലുത്തമ്പി ദളവ. നമുക്ക് ആദ്യം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന മഹാരാജാവായിരുന്നു അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മയുടെ പിതാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് ബ്രിട്ടീഷുകാരിൽ നിന്നും പല സൈനിക സഹായങ്ങളും കൈപ്പറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കന്യാകുമാരിയിലെ കുളച്ചിലിൽ ഒരു കോട്ട കെട്ടിക്കൊടുക്കാമെന്ന് രാമവർമ്മ ഏറ്റു. ഈ കരാറിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി അന്ന് ഒപ്പുവെച്ചത് അടുത്ത കിരീടാവകാശിയായിരുന്ന മാർത്താണ്ഡവർമ്മ യുവരാജാവായിരുന്നു. 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി നടത്തിയ ഈ ഉടമ്പടിക്ക് പറയുന്ന പേരാണ് വേണാട് ഉടമ്പടി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായി ആദ്യമായി ചെയ്ത ഉടമ്പടിയാകുന്നു 1723 വേണാട് ഉടമ്പടി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഭാരതീയ രാജാവുമായിട്ട് ആദ്യമായി ചെയ്ത ഉടമ്പടിയാണ് 1723 വേണാട് ഉടമ്പടി. ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മ യുവരാജാവും അതുപോലെ തിരുവിതാംകൂർ അഞ്ചുതെങ്ങിലെ കമാൻഡർ അലക്സാണ്ടർ ഓമുമായിരുന്നു. മാർത്താണ്ഡവർമ്മ ജനിക്കുന്നത് 1706 പിന്നീട് 1723 വേണാട് ഉടമ്പടിയിൽ അദ്ദേഹം ഒപ്പുവെക്കുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രായം 17 വയസ്സായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് 23-ാം വയസ്സിൽ, അതായത് 1729 തിരുവിതാംകൂറിന്റെ രാജാവായിട്ട് അദ്ദേഹം സ്ഥാനമേൽക്കുന്നത്. പിന്നീട് 52-ാമത്തെ വയസ്സിൽ 1758 വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്ന മഹാരാജാവ് കൂടിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 1663 പോർച്ചുഗീസുകാരെ ഡച്ചുകാർ പരാജയപ്പെടുത്തി കൊച്ചി ഡച്ചുകാർ പിടിച്ചെടുത്ത സംഭവത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം അതിന് വർഷങ്ങൾക്ക് ശേഷം 1741 ഡച്ചുകാർ മറ്റൊരു യുദ്ധപ്രഖ്യാപനം കൂടി നടത്തുകയുണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ തിരുവിതാംകൂർ എന്ന രാജ്യം ഡച്ചുകാർക്ക് വേണം എന്നുള്ളതായിരുന്നു ആ പ്രഖ്യാപനം. അന്ന് തിരുവിതാംകൂറിന്റെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുടെ ആധിപത്യം അവസാനിപ്പിച്ച് തിരുവിതാംകൂർ പിടിച്ചെടുക്കുവാനായിട്ട് ഈ ഡച്ചുകാർ തീരുമാനിച്ചു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് 1741 ഈ ഡച്ചുകാരുടെ മെയിൻ ആധിപത്യ കേന്ദ്രം ഉണ്ടായിരുന്നു. അന്ന് ഡച്ചുകാരുടെ മെയിൻ ആധിപത്യ കേന്ദ്രം എവിടെയാണെന്ന് വെച്ചാൽ അത് ശ്രീലങ്കയിലാണ്. ഇന്നത്തെ ശ്രീലങ്കയിലെ പഴയ പേരുണ്ട്, അത് സിലോണാണ്. അപ്പൊ സിലോണിൽ നിന്നും ഈ ഡച്ചുകാരുടെ വലിയൊരു പീരങ്കിപ്പട തന്നെ, അതായത് വലിയൊരു ആർട്ടിലറി ഫോഴ്സ് തന്നെ എവിടെ എത്തി? തിരുവിതാംകൂറിലെത്തി. അപ്പോൾ മാർത്താണ്ഡവർമ്മയോട് യുദ്ധം ചെയ്ത് തിരുവിതാംകൂർ പിടിച്ചെടുക്കുവാനായിട്ട് ഡച്ചുകാരുടെ വലിയൊരു ആർട്ടിലറി ഫോഴ്സ് 1741 തിരുവിതാംകൂറിലെത്തി. അപ്പോൾ ഈ തിരുവിതാംകൂറിൽ നിന്ന് പിന്നെ ആ ഒരു ഫോഴ്സ് എങ്ങോട്ടാണ് നീങ്ങിയത്? ആ തിരുവിതാംകൂർ രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായ കൽക്കുളത്തേക്ക് നീങ്ങുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ 1741 ഒരു ജൂലൈ 10 ആ ഒരു ടൈമിലാണ് യുദ്ധം തുടങ്ങുന്നത്. യുദ്ധം തുടങ്ങി ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന യുദ്ധമായിരുന്നു മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ 1741 ഓഗസ്റ്റ് 10 മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഈ ഒരു യുദ്ധത്തിന്റെ പേരാകുന്നു കുളച്ചിൽ യുദ്ധം. ഓക്കെ, അപ്പോൾ ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ ഒരു മാസത്തോളം നീണ്ട യുദ്ധത്തിന് ശേഷം പരാജയപ്പെടുത്തുകയും അന്നത്തെ ഈ പറയുന്ന ഡച്ച് സൈന്യത്തിന്റെ ക്യാപ്റ്റനായിരുന്ന ക്യാപ്റ്റൻ ഡെലനോയിയെ തടവിലാക്കുകയും പിന്നീട് മാർത്താണ്ഡവർമ്മ തന്റെ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ ഡച്ചുകാർക്കെതിരെ മാർത്താണ്ഡവർമ്മ നേടിയ ആ ഒരു വിജയം വരിച്ച യുദ്ധമുണ്ടല്ലോ, ആ യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം. ആ യുദ്ധത്തിന്റെ വർഷം 1741 അതുപോലെ ഓഗസ്റ്റ് 10. ഓക്കെ, ഈ ഒരു ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ബ്രീഫ് ആയിട്ടുള്ള ഹിസ്റ്ററി നമുക്കൊന്ന് നോക്കാം. ടിപ്പു സുൽത്താന്റെ കാലഘട്ടം 1751 മുതൽ 1799 വരെയാകുന്നു. അതായത് 48 വയസ്സ് വരെയാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. ടിപ്പുവിന്റെ പിതാവ് ഹൈദർ അലി ആകുന്നു, മാതാവ് ഫാത്തിമ ബീവി. മൈസൂർ രാജ്യത്തെ രാജാവായിരുന്നു ടിപ്പു. ടിപ്പുവിന്റെ പിതാവ് ഹൈദർ അലിയാണ് മൈസൂർ സാമ്രാജ്യത്തെ ശക്തമായ ഒരു ശക്തിയായി മാറ്റിയത്. ടിപ്പുവിന്റെ പിതാവ് ഹൈദർ അലി 1782 ഡിസംബർ 7 മരണപ്പെടുന്നത്. അതിനുശേഷം 1782 തന്നെ ടിപ്പു മൈസൂർ സാമ്രാജ്യത്തിന്റെ അധികാരത്തിൽ കയറി. ഇനി മൈസൂർ ഒരു രാജ്യമാണോ എന്ന് ചോദിച്ചാൽ ആദ്യകാലങ്ങളിൽ ഇവിടെ ഫുൾ രാജ്യങ്ങളായിരുന്നു. മൈസൂർ രാജ്യം, കോഴിക്കോട് രാജ്യം, കൊച്ചി രാജ്യം, തിരുവിതാംകൂർ രാജ്യം എന്നിങ്ങനെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളും അവിടുത്തെ ഓരോ ജില്ലകളും ചെറുതും വലുതുമായ രാജ്യങ്ങളായി വിഭജിച്ച് കിടക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ടിപ്പു സുൽത്താൻ വീരമൃത്യു വരിക്കുന്നത് 1799 ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള 4-ാം മൈസൂർ യുദ്ധത്തിലാണ്. 1799 ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള 4-ാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ വീരമൃത്യു വരിക്കുന്നത്. ടിപ്പു സുൽത്താന്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കുന്ന ഫാക്ട്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരേ ഒരു ഫാക്ട് മാത്രമാകുന്നു. അതാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടിയുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കുവാനുള്ള പോയിന്റ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തെ പോയിന്റ് ആകുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച നാട്ടുരാജാവ് ആരാണ്?
ടിപ്പു സുൽത്താൻ. 1792 ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് ശ്രീരംഗപട്ടണം സന്ധി ഉണ്ടാകുന്നത്. മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ കാലഘട്ടം 1782 മുതൽ 1792 വരെയാകുന്നു. ഏകദേശം 10 വർഷത്തോളം കാലം മൂന്നാം മൈസൂർ യുദ്ധം നടന്നിരുന്നു. മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ് ശ്രീരംഗപട്ടണം സന്ധി ഉണ്ടാകുന്നത്. മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷമാണ്. മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1782 മുതൽ 1792 വരെയാകുന്നു. ഏകദേശം 10 വർഷത്തോളം കാലം മൂന്നാം മൈസൂർ യുദ്ധം നടന്നു. മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. 1792 ശ്രീരംഗപട്ടണ സന്ധിയിലൂടെയാണ് മൂന്നാം മൈസൂർ യുദ്ധം അവസാനിച്ചത്. 1792 ശ്രീരംഗപട്ടണം സന്ധിയിലൂടെയാണ് മൂന്നാം മൈസൂർ യുദ്ധം അവസാനിച്ചത്. മൂന്നാം മൈസൂർ യുദ്ധത്തിലെ പരാജയത്തിലാണ് മൈസൂർ രാജ്യത്തിന് കീഴിലായിരുന്ന മലബാറിനെ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുത്തത്. മൂന്നാം മൈസൂർ യുദ്ധത്തിലെ പരാജയത്തിലൂടെയാണ് മൈസൂർ രാജ്യത്തിന് കീഴിലായിരുന്ന മലബാറിനെ ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുക്കുന്നത്. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ 1792 ശ്രീരംഗപട്ടണ സന്ധിയാകുന്നു. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ 1792 ശ്രീരംഗപട്ടണ സന്ധിയാകുന്നു. ഈ സന്ധിയിലൂടെയാണ് കേരളക്കരയാകെ ബ്രിട്ടീഷുകാർക്ക് കീഴിൽ വരുന്നത്. അപ്പോൾ കേരളക്കരയാകെ ബ്രിട്ടീഷുകാർക്ക് കീഴിൽ വരുന്ന സന്ധി ഏതാണെന്ന് ചോദിച്ചാൽ അത് ശ്രീരംഗപട്ടണ സന്ധിയാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർക്ക് കീഴിലായിരുന്നു അന്ന് തിരുവിതാംകൂറും കൊച്ചിയും ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർക്ക് കീഴിൽ അധീനപ്പെടാത്ത ഒരേ ഒരു രാജ്യം അന്ന് കേരളത്തിൽ ഉണ്ടായിരുന്നത് മലബാർ ആയിരുന്നു. കാരണം മലബാറിന്റെ ഭരണ ചുമതല അന്ന് ടിപ്പു സുൽത്താൻ ആയിരുന്നു. ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരുമായുള്ള യാതൊരു കോംപ്രമൈസിനും നിലനിന്നിരുന്നില്ല. പിന്നീട് മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താൻ പരാജയപ്പെട്ടപ്പോഴാണ് ടിപ്പു സുൽത്താൻ മലബാർ ബ്രിട്ടീഷുകാർക്ക് എഴുതി കൊടുക്കുന്നത്. അങ്ങനെ മലബാറും കൊച്ചിയും തിരുവിതാംകൂറും ബ്രിട്ടീഷുകാർക്ക് അധീനതയിലാവാൻ കാരണമായ സന്ധി എന്ന് പറയുന്നത് 1792 ശ്രീരംഗപട്ടണം സന്ധിയാകുന്നു. ഈ സന്ധിയിലൂടെയാണ് കേരളക്കരയാകെ ബ്രിട്ടീഷുകാർക്ക് കീഴിൽ വരുന്നത്. 1792 ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം മലബാർ ബ്രിട്ടീഷ് അധീനതയിലായി. പിന്നീട് മലബാറിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുവാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് 2 കമ്മീഷണർമാരെയും 2 ജോയിന്റ് കമ്മീഷണർമാരെയും മലബാറിൽ നിയമിച്ചു. മലബാറിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച കമ്മീഷണർമാരാകുന്നു ഫാർമറും മേജർ ഡോവും. അതുപോലെ മലബാറിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിച്ച ജോയിന്റ് കമ്മീഷണർമാരാകുന്നു ജോനാഥൻ ഡങ്കനും ചാൾസ് ബൊട്ടാമും. ഈ കമ്മീഷണർമാരും ജോയിന്റ് കമ്മീഷണർമാരും കൂടി ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടാകുന്നു മലബാറിനെ കുറിച്ചുള്ള ആദ്യത്തെ റിപ്പോർട്ട്. മലബാറിന്റെ ഭരണം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് 1793 മാർച്ച് 30 മലബാറിനെ തെക്കേ മലബാറെന്നും വടക്കേ മലബാറെന്നും 2ആയി ബ്രിട്ടീഷ് ഗവൺമെന്റ് വിഭജിക്കപ്പെട്ടു. വടക്കേ മലബാറിന്റെ ആസ്ഥാനം തലശ്ശേരി, തെക്കേ മലബാറിന്റെ ആസ്ഥാനം ചെറുപ്പളശ്ശേരിയുമായിരുന്നു. പിന്നീട് 1800 മലബാറിനെ മദ്രാസ് പ്രസിഡൻസിയോട് ചേർക്കപ്പെട്ടു. അപ്പോൾ മലബാറിന്റെ ഭരണം സുഗമമാക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് 1793 മാർച്ച് 30 മലബാറിനെ തെക്കേ മലബാറെന്നും വടക്കേ മലബാറെന്നും 2ആയി വിഭജിക്കപ്പെട്ടു. വടക്കേ മലബാറിന്റെ ആസ്ഥാനം തലശ്ശേരിയും തെക്കേ മലബാറിന്റെ ആസ്ഥാനം ചെറുപ്പളശ്ശേരിയുമായിരുന്നു. 1800 മലബാറിനെ മദ്രാസ് പ്രസിഡൻസിയോട് ചേർക്കപ്പെടുകയും ചെയ്തു. ഇതാണ് ശ്രീരംഗപട്ടണം സന്ധിക്ക് ശേഷം മലബാറിൽ ഉണ്ടായ മാറ്റങ്ങൾ. പഴശ്ശി രാജാവിന്റെ ജീവിത കാലഘട്ടം 1753 മുതൽ 1805 വരെയാകുന്നു. പഴശ്ശി രാജാവ് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് 52 വയസ്സായിരുന്നു പ്രായം. പഴശ്ശി രാജാവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് ഒന്നാം പഴശ്ശി കലാപം, രണ്ടാം പഴശ്ശി കലാപം. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാലഘട്ടം 1793 മുതൽ 1797 വരെയാകുന്നു. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം 1800 മുതൽ 1805 വരെയാകുന്നു. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു. എന്നാൽ രണ്ടാം പഴശ്ശി കലാപത്തിന്റെ കാരണം വയനാട് സ്വന്തമാക്കുവാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതായിരുന്നു. ഇനി നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. പഴശ്ശി രാജാവിന്റെ ഫുൾ നെയിം കേരളവർമ്മ പഴശ്ശിരാജ. കോട്ടയം രാജകുടുംബമായിരുന്നു പഴശ്ശി രാജാവിൻ്റേത്. കോട്ടയം രാജകുടുംബം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പുരളിമലയിൽ കോട്ട കെട്ടി താമസിച്ചതിനാൽ ഇവരെ പുരളീശന്മാർ എന്ന് വിളിക്കപ്പെടുന്നു. കൊട്ടിയോട്ടി രാജ, പൈച്ചി രാജ, വീരകേരള സിംഹം എന്നീ പേരുകളിൽ പഴശ്ശി രാജ അറിയപ്പെടുന്നു. ഒന്നാം പഴശ്ശി കലാപത്തിന്റെ കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമായിരുന്നു. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് മുമ്പ് വരെ മൈസൂർ ഭരണാധികാരികൾ ഉദ്യോഗസ്ഥർ മുഖേന നേരിട്ടാണ് മലബാറിലെ കണ്ണൂരിലെ കർഷകരിൽ നിന്നും നികുതി ഈടാക്കിയിരുന്നത്. ആ സമയത്ത് നാട്ടുജന്മിമാരെ ഈ നികുതി നയങ്ങളൊന്നും വല്ലാതെ ബാധിച്ചിരുന്നില്ല. അവർക്ക് അതിൽ വലിയ കുഴപ്പവുമില്ലായിരുന്നു. എന്നാൽ 1792 ശ്രീരംഗപട്ടണം ഉടമ്പടിക്ക് ശേഷം മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാവുകയും പിന്നീട് ബ്രിട്ടീഷുകാർ വലിയൊരു തുക നികുതിയായിട്ട് മലബാറിലെ നാട്ടുരാജാക്കന്മാരിൽ നിന്നും നേരിട്ട് ഈടാക്കാൻ തുടങ്ങുകയും ചെയ്തു. ഈ ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് ഒന്നാം പഴശ്ശി കലാപത്തിന് കാരണം. ഒന്നാം പഴശ്ശി കലാപത്തിന് മറ്റൊരു വ്യക്തിപരമായ കാരണം കൂടി പഴശ്ശി രാജാവിനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ മൂന്നാം മൈസൂർ യുദ്ധത്തിൽ മൈസൂരിനെ പരാജയപ്പെടുത്തുവാനായിട്ട് ബ്രിട്ടീഷുകാരെ സഹായിച്ചു കഴിഞ്ഞാൽ കോട്ടയം രാജ്യത്തെ സ്വതന്ത്രമാക്കി അവിടുത്തെ മുഴുവൻ നികുതി പിരിക്കാനുള്ള അവകാശവും പഴശ്ശി രാജാവിന് കൊടുക്കാമെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നു. അതനുസരിച്ച് മൂന്നാം മൈസൂർ യുദ്ധത്തിൽ
മൈസൂരിനെ പരാജയപ്പെടുത്തുവാനായിട്ട് ബ്രിട്ടീഷുകാരെ പഴശ്ശി രാജാവ് സഹായിച്ചു. അങ്ങനെ മൂന്നാം മൈസൂർ യുദ്ധത്തിൽ ടിപ്പു പരാജയപ്പെട്ടിട്ട് പിന്നീട് മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ വരികയും ചെയ്തു. ബ്രിട്ടീഷുകാർ ചെയ്തെന്താണെന്ന് വെച്ചാൽ 1793 കണ്ണൂരിലെ കോട്ടയം എന്ന് പറയുന്ന പ്രദേശമുണ്ട്. കണ്ണൂരിലെ കോട്ടയം പ്രദേശം പഴശ്ശി രാജാവിന്റെ ശത്രുവും പഴശ്ശി രാജാവിന്റെ അമ്മാവനുമായിരുന്ന കുറുമ്പനാട്ട് രാജാവിന് പാട്ടത്തിന് കൊടുത്തു. എന്നിട്ട് കോട്ടയം പ്രദേശത്തെ മുഴുവൻ, അതായത് കണ്ണൂർ ജില്ലയിലെ കോട്ടയം പ്രദേശത്തെ മുഴുവനും നികുതി പിരിക്കാനുള്ള അവകാശവും കുറുമ്പനാട്ട് രാജാവിന് നൽകി. അപ്പോൾ ഈ ഒരു കാര്യം ബ്രിട്ടീഷുകാർ ചെയ്തത് പഴശ്ശി രാജാവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴശ്ശി രാജാവ് വയനാട്ടിൽ നിന്നും ബ്രിട്ടീഷുകാരെ തുരത്തുവാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പഴശ്ശി രാജാവ് മൈസൂരിന്റെ സഹായം തേടി. മൈസൂരിന്റെ സഹായത്തോട് കൂടിയിട്ട് പഴശ്ശി രാജാവ് മേജർ കാമറോണിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ആക്രമിച്ചു. ഓക്കെ, അങ്ങനെ അവിടെ മേജർ കാമറോണിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ആക്രമിക്കുകയും പിന്നീട് അതിൽ നിവൃത്തിയില്ലാതെ ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവുമായിട്ടൊരു സന്ധി ഉണ്ടാക്കാൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ കുറുമ്പനാട്ട് രാജാവുമായിട്ടുള്ള കരാറ് ബ്രിട്ടീഷുകാർ റദ്ദാക്കി. ഓക്കെ, അങ്ങനെ കുറുമ്പനാട്ട് രാജാവുമായിട്ടുള്ള കരാറ് ബ്രിട്ടീഷുകാർ റദ്ദാക്കി. ഒന്നാം പഴശ്ശി കലാപം അടിച്ചമർത്താൻ നിയോഗിക്കപ്പെട്ട സൈന്യാധിപരാകുന്നു ലഫ്റ്റനന്റ് ഗോർഡൻ, കേണൽ ഡോഗ്, ലഫ്റ്റനന്റ് മീലി. അപ്പോൾ ഒന്നാം പഴശ്ശി കലാപം അടിച്ചമർത്തുവാനായിട്ട് നിയോഗിക്കപ്പെട്ട സൈന്യാധിപരാകുന്നു ലഫ്റ്റനന്റ് ഗോർഡൻ, കേണൽ ഡോഗ്, ലഫ്റ്റനന്റ് മീലി. പിന്നെ ഒന്നാം പഴശ്ശി കലാപം ആരുടെയൊക്കെ മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചത് എന്ന് വെച്ചാൽ അന്നത്തെ ബോംബെ ഗവർണറായിരുന്ന ജോനാഥൻ ഡങ്കന്റെയും ചിറക്കൽ രാജാവിന്റെയും മധ്യസ്ഥതയിലാണ് ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ഒന്നാം പഴശ്ശി കലാപം ആരുടെയെല്ലാം മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ബോംബെ ഗവർണർ ജോനാഥൻ ഡങ്കൻ, അതുപോലെ ചിറക്കൽ രാജാവ് എന്നിവരുടെ മധ്യസ്ഥതയിലാണ് ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിച്ചത്. ആ ഒരു മധ്യസ്ഥതയ്ക്ക് ശേഷം പഴശ്ശി രാജാവിനോട് അവരെന്ത് തീരുമാനത്തിലെത്തി? വർഷം തോറും 8000 രൂപ പെൻഷനായിട്ട് പഴശ്ശി രാജാവിന് കൊടുക്കാമെന്ന് അവർ ഏറ്റു. ബ്രിട്ടീഷുകാരെ ഏറ്റു. വർഷം തോറും 8000 രൂപ പെൻഷനായിട്ട് കൊടുക്കാമെന്ന് ബ്രിട്ടീഷുകാരെ ഏറ്റു. മാത്രമല്ല ഇതിന്റെ പേരിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സമാധാനത്തിൽ പഴശ്ശി രാജാവിന് കഴിയാമെന്നും ബ്രിട്ടീഷുകാർ വാക്കുകൊടുത്തു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് പെൻഷനും കൊടുത്തു. വേറെ പ്രോബ്ലംസ് ഒന്നും പഴശ്ശി രാജാവുമായിട്ട് ഉണ്ടാക്കാനായിട്ട് ബ്രിട്ടീഷുകാർ വരില്ല എന്നുകൂടി ബ്രിട്ടീഷുകാർ പഴശ്ശി രാജാവിന് വാക്കുകൊടുത്തു. ഓക്കെ, രണ്ടാം പഴശ്ശി കലാപം. രണ്ടാം പഴശ്ശി കലാപം നടന്ന വർഷം 1800 മുതൽ 1805 വരെയാകുന്നു. വയനാട് സ്വന്തമാക്കുവാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി കലാപത്തിന് കാരണം. രണ്ടാം പഴശ്ശി കലാപത്തിൽ പഴശ്ശി രാജയെ സഹായിക്കുവാനായി നായന്മാർ, മാപ്പിളമാർ, കുറിച്യർ, കുറുമ്പർ എന്നിവരടങ്ങുന്ന വലിയൊരു സംഘം തന്നെ പഴശ്ശി രാജയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പട്ടാളത്തിലെ സൈന്യാധിപനായി 1800 ആർതർ വെല്ലസ്ലി നിയമിതനായി. പിൽക്കാലത്ത് നെപ്പോളിയൻ ബോണോപാർട്ടിനെ വരെ പരാജയപ്പെടുത്തിയ വെല്ലിംഗ്ടൺ പ്രഭു എന്നറിയപ്പെടുന്ന വലിയ സൈന്യാധിപനാണ് ആർതർ വെല്ലസ്ലി. ആർതർ വെല്ലസ്ലി അറിയപ്പെടുന്ന മറ്റൊരു പേരാകുന്നു വെല്ലിംഗ്ടൺ പ്രഭു. ആർതർ വെല്ലസ്ലി ചില്ലറക്കാരനല്ല. 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയൻ ബോണോപാർട്ടിനെ വരെ പരാജയപ്പെടുത്തിയ വലിയ സൈന്യാധിപനാണ് ആർതർ വെല്ലസ്ലി. എന്നാൽ 1800കളിലെ പഴശ്ശി രാജയുമായുള്ള രണ്ടാം പഴശ്ശി കലാപത്തിന്റെ ഭാഗമായി നടന്ന കൊട്ടിയോട്ട് യുദ്ധത്തിൽ ആർതർ വെല്ലസ്ലി പരാജയപ്പെട്ടിരുന്നു. ആ യുദ്ധത്തിൽ പഴശ്ശി രാജയുടെ യുദ്ധതന്ത്രം ഗറില്ല യുദ്ധമുറയായിരുന്നു. പഴശ്ശി രാജാവിന്റെ തന്ത്രങ്ങൾ മൂലം ബ്രിട്ടീഷ് സൈന്യത്തിന് വൻ നാശനഷ്ടങ്ങൾ നേരിടേണ്ടി വന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ശക്തമായ സൈന്യമായി വന്നു 1805 പഴശ്ശി രാജാവിനെ പരാജയപ്പെടുത്തി. ആർതർ വെല്ലസ്ലി കളത്തിലിറങ്ങുന്ന സമയത്ത് മലബാറിലെ അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആർതർ വെല്ലസ്ലിയുടെ സഹോദരനായ റിച്ചാർഡ് വെല്ലസ്ലി ആയിരുന്നു. രണ്ടാം പഴശ്ശി കലാപത്തിൽ പഴശ്ശി രാജയെ സഹായിക്കുവാനായി നിന്ന കുറിച്യരുടെ നേതാവായിരുന്നു തലക്കൽ ചന്തു. നായന്മാരുടെ നേതാവായിരുന്നു എടച്ചേന കുങ്കൻ. മാത്രമല്ല കൈതേരി അമ്പുനായർ, ചെമ്പൻ ബോക്കർ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, അത്തൻ ഗുരുക്കൾ എന്നിവരടങ്ങുന്ന സംഘവും രണ്ടാം പഴശ്ശി കലാപത്തിൽ പഴശ്ശി രാജാവിനെ സഹായിക്കാനായി ഉണ്ടായിരുന്നു. രണ്ടാം പഴശ്ശി കലാപം നടക്കുമ്പോഴുള്ള തലശ്ശേരി സബ് കളക്ടറായിരുന്നു തോമസ് ബൈബർ. രണ്ടാം പഴശ്ശി കലാപത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കുവാനായി അവിടുത്തെ പ്രാദേശിക സൈനികർ കൂടി ഉണ്ടായിരുന്നു. രണ്ടാം പഴശ്ശി കലാപത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കുവാനായി ഉണ്ടായിരുന്ന അവിടുത്തെ പ്രാദേശിക സൈനികർക്ക് പറയുന്ന പേരാകുന്നു കോൽക്കർ. കോൽക്കർ എന്ന് പറയുന്നത് പ്രാദേശിക സൈനികരാകുന്നു. രണ്ടാം പഴശ്ശി കലാപത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കുവാനായി ഉണ്ടായിരുന്ന പ്രാദേശിക സൈനികരാകുന്നു കോൽക്കർ. 1802 രണ്ടാം പഴശ്ശി കലാപത്തിനിടയ്ക്കാണ് എടച്ചേന കുങ്കൻ നായരുടെയും തലക്കൽ ചന്തുവിന്റെയും നേതൃത്വത്തിൽ വയനാട് ജില്ലയിലെ പനമരം കോട്ട പിടിച്ചെടുത്തത്. വയനാട്ടിലെ പുരളിമലയിലായിരുന്നു രണ്ടാം പഴശ്ശി കലാപം അരങ്ങേറിയത്. വയനാട്ടിലെ മാവിലാംതോട് എന്ന സ്ഥലത്ത് വെച്ച് 1805 നവംബർ 30 രണ്ടാം പഴശ്ശി കലാപത്തിനിടെ പഴശ്ശി രാജാവ് തന്റെ വജ്രമോതിരം വിഴുങ്ങി ആത്മഹത്യ ചെയ്തു. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ മാനന്തവാടി. പഴശ്ശി ഡാം കണ്ണൂർ ജില്ലയിലാണ്. പഴശ്ശി മ്യൂസിയം കോഴിക്കോടാണ്. പഴശ്ശി സ്മാരക കോളേജ് പുൽപ്പള്ളിയിലാകുന്നു. കേരള സിംഹം എന്ന പുസ്തകം എഴുതിയത്, പഴശ്ശി രാജാവിനെ കുറിച്ചുള്ള കേരള സിംഹം എന്ന പുസ്തകം എഴുതിയത് KM പണിക്കരാണ്. പഴശ്ശി രാജാവിനെ കുറിച്ച് തോമസ് ബൈബർ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. തോമസ് ബൈബർ രണ്ടാം പഴശ്ശി കലാപം നടക്കുമ്പോഴുള്ള തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്നു. തലശ്ശേരി സബ് കളക്ടറായിരുന്ന തോമസ് ബൈബർ പഴശ്ശി രാജാവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് വായിക്കാം. കലാപകാരി ആണെങ്കിലും അദ്ദേഹം ഈ രാജ്യത്തെ മുറപ്രകാരമുള്ള ഒരു നാടുവാഴിയാണ്. ഒരു പരാജിത ശത്രു എന്നതിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ. മരണത്തിന് പോലും മായ്ക്കാനാകാത്ത ആരാധനാസ്പർശിയായ സ്നേഹാദരങ്ങളോടെ ജനങ്ങൾ വീക്ഷിച്ചിരുന്ന പഴശ്ശി രാജാവിന്റെ കാര്യത്തിൽ എല്ലാ വർഗത്തിലും പെട്ടവർക്കും സുസ്ഥിര താല്പര്യം ഉള്ളതായി ഞാൻ കണ്ടു.
വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ 1765 തിരുവിതാംകൂറിലെ തലക്കുളത്ത് ജനനം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വേലായുധൻ ചെമ്പഗ്രാമൻ തമ്പി. 1801 വേലുത്തമ്പി തന്റെ 36-ാം വയസ്സിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മയുടെ ദളവ സ്ഥാനത്തേക്ക്, അതായത് പ്രൈം മിനിസ്റ്റർ പോസ്റ്റിലേക്ക് ഉയർന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വേലുത്തമ്പി ദളവയുടെ അച്ഛൻ രാജാവൊന്നുമായിരുന്നില്ല. വേലുത്തമ്പി ദളവ ഒരു സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു സാധാരണ വ്യക്തി മാത്രമായിരുന്നു. വേലുത്തമ്പി ദളവ തന്റെ കഴിവുകൾ കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും മാത്രമാണ് തിരുവിതാംകൂർ പ്രധാനമന്ത്രി സ്ഥാനം വരെ എത്തിയത്. 1799 നാട്ടുകൂട്ടം ഇളക്കം, 1809 കുണ്ടറ വിളംബരം ഇവ വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേരള സെക്രട്ടേറിയറ്റിന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന പ്രതിമ വേലുത്തമ്പി ദളവയുടേതാണ്. വേലുത്തമ്പി ദളവയുടെ പേരിൽ തിരുവനന്തപുരത്ത് ഒരു കോളേജുണ്ട്. ആ കോളേജിന്റെ പേരാകുന്നു VTM NSS. ഫുൾ ഫോം വേലുത്തമ്പി മെമ്മോറിയൽ നായർ സർവീസ് സൊസൈറ്റി കോളേജ്. ഇനി നമുക്ക് വേലുത്തമ്പി ദളവയെക്കുറിച്ച് കുറച്ചുകൂടി ഡീപ്പായി പഠിക്കാം. വേലുത്തമ്പി ദളവ ഈ പ്രധാനമന്ത്രി പോസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തിരുവിതാംകൂർ മാവേലിക്കരയിൽ തഹസീൽദാറായി, അതായത് റവന്യൂ ഓഫീസറായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് തിരുവിതാംകൂർ തലക്കുളത്ത് കാര്യക്കാർ എന്ന് പറയുമ്പോൾ അതൊരു അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റാണ്. ആ അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിലും അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. 1799 വേലുത്തമ്പി തിരുവിതാംകൂർ തലക്കുളത്ത് കാര്യക്കാർ എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേറ്ററായി ജോലി ചെയ്യുന്ന ടൈമിലാണ് അന്നത്തെ മന്ത്രിമാരായിരുന്ന ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണൻ ചെട്ടി, തച്ചിൽ മാത്തു തരകൻ എന്നിവരുടെ ദുർഭരണം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയത്. ഇങ്ങനെ ജനങ്ങൾ പൊറുതിമുട്ടിയപ്പോൾ വേലുത്തമ്പി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ഈ സംഭവത്തെയാണ് നാട്ടുകൂട്ടം ഇളക്കം എന്നറിയപ്പെടുന്നത്. 1799 നാട്ടുകൂട്ടം ഇളക്കം എന്ന ജനകീയ പ്രക്ഷോഭം അരങ്ങേറിയത്. ഈ ഒരു സംഭവത്തിന് ശേഷമാണ് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അഴിമതിക്കാരായ മന്ത്രിമാരെ പിരിച്ചുവിടുകയും വേലുത്തമ്പിയെ സർവാധികാരി കാര്യക്കാർ എന്ന പോസ്റ്റിൽ നിയമിക്കുകയും ചെയ്തത്. സർവാധികാരി കാര്യക്കാർ എന്ന പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതോറിറ്റേറ്റീവ് ഒഫീഷ്യൽ എന്ന പോസ്റ്റാകുന്നു. ഈ പോസ്റ്റിൽ നിന്നുമാണ് വേലുത്തമ്പിക്ക് പിന്നീട് ഒരു പ്രൊമോഷൻ കിട്ടുന്നത്. അത് കൊമേഴ്ഷ്യൽ മിനിസ്റ്റർ ആയിട്ടായിരുന്നു. വാണിജ്യ വകുപ്പ് മന്ത്രിയായിട്ട് പിന്നീട് ഈ പോസ്റ്റിൽ നിന്നും വേലുത്തമ്പിക്ക് പ്രൊമോഷൻ കിട്ടുകയാണ് ഉണ്ടായത്. വാണിജ്യ വകുപ്പ് മന്ത്രിയുടെ അന്നത്തെ മലയാളം പേര് നമുക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്. അത് മുളകുമടി ശീല കാര്യക്കാർ എന്നാകുന്നു. അപ്പോൾ മുളകുമടി ശീല കാര്യക്കാർ അല്ലെങ്കിൽ വാണിജ്യ വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ മിനിസ്റ്റർ എന്നുള്ള പദവിയും വേലുത്തമ്പി ദളവ കൈകാര്യം ചെയ്തിട്ടുണ്ട്. വേലുത്തമ്പി ദളവ ഈ ഒരു പ്രൈം മിനിസ്റ്റർ പോസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് റവന്യൂ ഓഫീസറായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തിരുവിതാംകൂർ അഡ്മിനിസ്ട്രേറ്ററായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തിരുവിതാംകൂർ അതോറിറ്റേറ്റീവ് ഒഫീഷ്യലായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കൊമേഴ്ഷ്യൽ മിനിസ്റ്ററായും വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് വേലുത്തമ്പി ദളവ എന്ന പോസ്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തഹസീൽദാർ എന്ന പോസ്റ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കാര്യക്കാർ എന്നുള്ള പോസ്റ്റ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സർവാധികാരി കാര്യക്കാർ എന്നുള്ള പോസ്റ്റും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് പ്രൊമോഷനായിട്ട് മുളകുംപടി ശീല കാര്യക്കാർ അല്ലെങ്കിൽ വാണിജ്യ വകുപ്പ് മന്ത്രിയായിട്ടും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപങ്ങളെയാണ് തിരുവിതാംകൂർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വാണിജ്യ വകുപ്പ് മന്ത്രി പോസ്റ്റിൽ നിന്നുമാണ് വേലുത്തമ്പി പ്രൈം മിനിസ്റ്റർ പോസ്റ്റിലേക്ക് എത്തിയത്, അതായത് ദളവ സ്ഥാനത്തേക്ക് എത്തിയത്. 1800 തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് പ്രസിഡന്റായി കേണൽ മെക്കാളെ ചാർജ് എടുക്കുന്നതോടെ തിരുവിതാംകൂർ പ്രധാനമന്ത്രിയായിരുന്ന വേലുത്തമ്പി ദളവയുടെ സ്ഥാനം പതുക്കെ കുറയുന്നു. അതിൽപ്പെട്ട ഒരു പ്രധാന കാരണമായിരുന്നു തിരുവിതാംകൂർ അഴിമതി കേസിലെ പ്രധാന പ്രതിയായ തച്ചിൽ മാത്തു തരകന്റെ സ്വത്ത് കണ്ടുകെട്ടാൻ വേലുത്തമ്പി ദളവ ഉത്തരവിട്ടപ്പോൾ തിരുവിതാംകൂർ റെസിഡന്റായിരുന്ന കേണൽ മെക്കാളെ അത് റദ്ദാക്കി. ഇതോടുകൂടി ബന്ധം കൂടുതൽ വഷളാവാൻ കാരണമായി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, കേണൽ മെക്കാളെയും ലോർഡ് മെക്കാളെയും ഇവർ രണ്ട് പേരാണ്. ലോർഡ് മെക്കാളെ എന്ന് പറയുന്നത് മെക്കാളെ മിനിറ്റ്സിലെ മെക്കാളെയാകുന്നു. ആ മെക്കാളെ അല്ല കേണൽ മെക്കാളെ. ഓക്കെ. വേലുത്തമ്പി ദളവ തിരുവിതാംകൂറിന്റെ ഉന്നമനത്തിനു വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുവാനും നടപ്പിലാക്കുവാനും ശ്രമിക്കുമ്പോഴെല്ലാം അന്നത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് ആയിരുന്ന കേണൽ മെക്കാളെ അതിനെതിരായി പ്രവർത്തിച്ചു. ഇത് തുടർന്നപ്പോൾ വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭം പ്രഖ്യാപിച്ചു. ഈ പ്രക്ഷോഭത്തിൽ വേലുത്തമ്പി ദളവയ്ക്കൊപ്പം നിൽക്കുവാനായി വേലുത്തമ്പി ദളവ തന്റെ സുഹൃത്തും ബന്ധുവുമായിട്ട് അന്നത്തെ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛനെ കണ്ടുമുട്ടുകയും ചെയ്തു. എന്നാൽ ഇതേ സമയം പാലിയത്തച്ഛനുമായി തെറ്റിപ്പിരിഞ്ഞ കുഞ്ഞികൃഷ്ണ മേനോൻ ബ്രിട്ടീഷ് റെസിഡന്റായ കേണൽ മെക്കാളയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്തു. മാത്രമല്ല കേണൽ മെക്കാളെ അതേസമയം തന്നെ കൊച്ചിയിലെ റെസിഡന്റിന്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. വേലുത്തമ്പി ദളവ ചില്ലറക്കാരനായിരുന്നില്ല. വേലുത്തമ്പി ദളവയ്ക്ക് സാമൂതിരിയുടെയും ഫ്രഞ്ചുകാരുടെയും അമേരിക്കയുടെ പോലും പിന്തുണ ഉണ്ടായിരുന്നു. 1808 ഡിസംബർ 18 വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും അവരുടെ 3000-ഓളം വരുന്ന സൈനികരും കൂടി ചേർന്ന് കൊച്ചിയിലെ റെസിഡന്റായിരുന്ന കേണൽ മെക്കാളയുടെ വസതി ആക്രമിച്ചു. ഈ സമയം കേണൽ മെക്കാളയും കുഞ്ഞികൃഷ്ണ മേനോനും കൂടി മലബാറിൽ നിന്നും എത്തിയ ബ്രിട്ടീഷ് സൈനികർക്കൊപ്പം രക്ഷപ്പെട്ടു. പിന്നീട് മലബാറിൽ നിന്നുള്ള ശക്തമായ ബ്രിട്ടീഷ് സൈന്യം വന്ന് വേലുത്തമ്പി ദളവയുടെ സൈന്യത്തെ ആക്രമിച്ചു. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ വേലുത്തമ്പി ദളവ ഈ പ്രക്ഷോഭത്തിൽ നിന്നും പിൻവാങ്ങി. അതിനുശേഷം വേലുത്തമ്പി ദളവ തന്റെ ആസ്ഥാനം തിരുവിതാംകൂറിലെ കുണ്ടേറയിലേക്ക് മാറ്റിയിരുന്നു. അതിനുശേഷം 1809 ജനുവരി 11 മലയാള മാസം ശ്രദ്ധിക്കുക, 984 മകരം 1 വേലുത്തമ്പി ദളവ ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ച് കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നു. ആ സമയത്ത് വേലുത്തമ്പി ദളവ പറഞ്ഞ വാക്കുകളാണിവ. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരത്തിൽ നിന്ന്: അന്യരുടെ രാജ്യങ്ങൾ വഞ്ചന കൊണ്ട് കൈയടക്കുന്നത് അവരുടെ വംശപാരമ്പര്യമാണ്.
അങ്ങനെ ഒരു രാജ്യം അവരുടെ കൈപ്പിടിയിൽ അമർന്നാൽ അവരുടെ പട്ടാളം അവിടുത്തെ രാജധാനിയും കോട്ടയും തങ്ങളുടെ രക്ഷാശാസനയിൽ കൊണ്ടുവരും. രാജാവിന്റെയും അഭിജാത വർഗത്തിന്റെയും പരമ്പരാഗതമായ അന്തസ്സും പദവികളും ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം അതോടെ അവസാനിക്കും. ഉൾപ്പെടെയുള്ള എല്ലാ വ്യാപാരങ്ങളും അവരുടെ കുത്തകയാകും. വസ്തുക്കളും വീടും വയലുകളും ബലവൃക്ഷത്തോട്ടങ്ങളും അവരുടേതാകും. ഏറ്റവും നിസ്സാരമായ കുറ്റങ്ങൾക്ക് പോലും അവരുടെ നികൃഷ്ട ജന്മാക്കളായ കിങ്കരന്മാർ കഠിന ശിക്ഷ നൽകും. കുണ്ടറ വിളംബരത്തിന് ശേഷം ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയെ പിടികൂടി വധിക്കുവാൻ തീരുമാനിക്കുന്നു. അതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് സൈനികനാണ് കേണൽ ലീഗർ. കേണൽ ലീഗറിനെ വേലുത്തമ്പി ദളവയെ പിടികൂടുവാനായി സഹായിച്ച തിരുവിതാംകൂറിലെ പ്രധാനിയാണ് ഉമ്മണിത്തമ്പി. രക്ഷയില്ലാതെ വന്ന വേലുത്തമ്പി ദളവ പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിൽ വെച്ച് ആത്മഹത്യ ചെയ്യുന്നു. ഇതിൽ രോഷാകുലരായ ബ്രിട്ടീഷുകാർ തിരുവനന്തപുരത്തെ കണ്ണമ്മൂല എന്ന് പറയുന്ന സ്ഥലത്ത് വേലുത്തമ്പി ദളവയുടെ ചേതനയേറ്റ ശരീരം കെട്ടിത്തൂക്കുന്നു. ആ മൃതദേഹത്തിൽ അവർ ഇരുമ്പും കുന്തവും കുത്തിയിറക്കുന്നു. എന്നിട്ട് പക്ഷികൾക്ക് കൊത്തി തിന്നുവാനായി ഇട്ടുകൊടുക്കുന്നു. അതിനുശേഷം ബ്രിട്ടീഷുകാർ ഇങ്ങനെ പറയുന്നു: ഇഫ് എനിവൺ ടേൺസ് അഗെയിൻസ്റ്റ് us, their condition will be like this. ആരെങ്കിലും ഞങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ അവന്റെ അവസ്ഥ ഇതായിരിക്കും. പാലിയത്തച്ഛൻ. കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിമാർ പാലിയത്തച്ഛൻ എന്ന പേരിലാണ് പ്രശസ്തരായിരുന്നത്. പാലിയത്തച്ഛൻ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. കൊച്ചി രാജ്യത്തെ പ്രധാനമന്ത്രിമാർ അറിയപ്പെടുന്ന പേരാകുന്നു പാലിയത്തച്ഛൻ. പാലിയത്തച്ഛന്മാർ 1632 മുതൽ 1809 വരെ, അതായത് 177 വർഷത്തോളം കാലം കൊച്ചി രാജാക്കന്മാരുടെ മന്ത്രിമുഖ്യൻ, അതായത് പ്രധാനമന്ത്രി പദവി വഹിച്ചവരായിരുന്നു. 1790 മുതൽ 1805 വരെ കൊച്ചി ഭരിച്ചിരുന്ന രാജാവായിരുന്ന, ആധുനിക കൊച്ചിയുടെ പിതാവെന്നും കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നും തൃശൂർ പട്ടണത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്ന ശക്തൻ തമ്പുരാന്റെ കാലത്തും ദളവ സ്ഥാനം, അതായത് പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിച്ചിരുന്നത് പാലിയത്തച്ഛന്മാരായിരുന്നു. കൊച്ചി രാജ്യത്തെ അവസാനത്തെ പാലിയത്തച്ഛനായിരുന്നു ഗോവിന്ദൻ അച്ഛൻ. ഈ ഗോവിന്ദൻ അച്ഛൻ എന്ന പാലിയത്തച്ഛനാണ് വേലുത്തമ്പി ദളവയുമായി സഖ്യമുണ്ടാക്കി ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി പരാജയപ്പെടുകയും മദ്രാസിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്തത്. കൊച്ചി രാജ്യത്തെ അവസാനത്തെ പാലിയത്തച്ഛനായിരുന്നു ഗോവിന്ദൻ അച്ഛൻ. 1809 പാലിയത്തച്ഛന്മാരുടെ കാലം അവസാനിച്ചു. കുറിച്യർ കലാപം. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന ഒരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യർ കലാപം. വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പരുമാണ് കലാപം നടത്തിയത്. 1812 നടന്ന ഈ കലാപത്തിന്റെ കാരണങ്ങൾ പറയാം. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. കുറിച്യർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി ആയിരുന്നു. കുറിച്യർ കലാപത്തിന്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഈ കലാപം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയത് 1812 മെയ് 8 കുറിച്യർ കലാപം ബ്രിട്ടീഷുകാർ നേരിട്ട കലാപങ്ങളിൽ ഏറ്റവും ശക്തമായ കലാപമായിരുന്നു. കുറിച്യർ കലാപം അടിച്ചമർത്തുവാൻ നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്നു ടി.എച്ച്. ബേബർ. ടി.എച്ച്. ബേബറുടെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കുവാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ മലബാർ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്നാണ് ടി.എച്ച്. ബേബർ പറഞ്ഞത്. കുറിച്യരുടെ ആക്രമണ മുറ ഒളിപ്പോര് ആയിരുന്നു. ചാനാർ ലഹള. ചാനാർ ലഹളയെ മേൽമുണ്ട് സമരം, മാറുമറയ്ക്കൽ സമരം, ഉടുമുണ്ട് സമരം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ചാനാർ ലഹള നടത്തിയ സമുദായത്തിന്റെ പേരാകുന്നു നാടാർ. നാടാർ സമുദായക്കാരെയാണ് ചാനാർ എന്ന് പറയുന്നത്. ചാനാർ ലഹള 37 വർഷത്തോളമാണ് നീണ്ടുനിന്നത്. 1822 തുടങ്ങിയ ചാനാർ ലഹള 1859 വരെയാണ് നീണ്ടുനിന്നത്. ചാനാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ഠസ്വാമികൾ. എന്നാൽ 1915 മുതൽ 1916 കാലഘട്ടത്തിൽ നടന്ന ചാനാർ ലഹളയ്ക്ക് അയ്യങ്കാളിയും നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇനി ഈ ചാനാർ ലഹളയെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് കേരളത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ, ഏകദേശം 9-ാം നൂറ്റാണ്ട് മുതൽ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിക്ക് മുമ്പ് വരെ നിലനിന്നിരുന്ന അനാചാരമാണ് ജാതി വ്യത്യാസത്തിന്റെ കാരണത്താൽ മേൽമുണ്ട് ധരിക്കുവാനുള്ള അവകാശ നിഷേധം. അതുകൊണ്ട് തന്നെ ഇത്തരം ജാതി വ്യവസ്ഥ അനുസരിച്ചുള്ള ഈ അനാചാരം നിർത്തലാക്കുന്നതിനു വേണ്ടി മേൽമുണ്ട് സമരം ശക്തി പ്രാപിച്ചത് 19-ാം നൂറ്റാണ്ടിലാണ്. അതായത് 1880കളിലാണ് മേൽമുണ്ട് സമരം ശക്തി പ്രാപിച്ചത്. 1822 മുതൽ 1859 വരെ നീണ്ടുനിന്ന ഈ ചാനാർ ലഹളയ്ക്ക്, ചാനാർ ലഹള എന്ന് പറഞ്ഞാൽ മേൽമുണ്ട് സമരത്തിന് പ്രധാന കാരണമായത് 1813 തിരുവിതാംകൂർ ദിവാനായിരുന്ന, അതായത് തിരുവിതാംകൂറിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന കേണൽ മൺറോ ക്രിസ്തുമതം സ്വീകരിച്ചു വരുന്ന സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കുവാനുള്ള അവകാശം കൊടുത്തു. ഈ ഒരു കാര്യം ജനങ്ങളിൽ വൻ പ്രക്ഷോഭമുണ്ടാക്കി. അതുകാരണത്താൽ 1822 മുതൽ 1859 വരെ മേൽമുണ്ട് സമരം, അതായത് ചാനാർ കലാപം നടക്കുന്നു. ഈ ഒരു ചാനാർ സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനായിരുന്നു വൈകുണ്ഠസ്വാമികൾ. 37 വർഷങ്ങൾ നീണ്ട ചാനാർ സമരത്തിനു ശേഷം 1859 അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന ചാൾസ് ട്രവലിയന്റെ നിർബന്ധപ്രകാരം 1859 ജൂലൈ 26 അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ഉത്തരം തിരുനാൾ മേൽമുണ്ട് ധരിക്കുവാനുള്ള അവകാശ പ്രഖ്യാപനം പുറപ്പെടുവിച്ചു. പണ്ടാരപ്പാട്ട വിളംബരം അഥവാ ജന്മിക്കുടിയാൻ വിളംബരം. 1865 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ആയില്യം തിരുനാളിന്റെ കാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം നടന്നത്.
പണ്ടാരവക എന്ന് പറഞ്ഞാൽ സർക്കാർ വക ഭൂമി എന്നാണ് അർത്ഥം. സർക്കാർ വക ഭൂമി പാട്ടത്തിന് കിട്ടി കൈവശം വെച്ചിരുന്ന ആളുകൾക്ക് ഉടമസ്ഥാവകാശവും കൈമാറ്റ അവകാശവും പിന്തുടർച്ചാ അവകാശവും കൊടുത്ത സർക്കാർ വിളംബരത്തെ ആണ് പണ്ടാരപ്പാട്ട് വിളംബരം എന്ന് പറയുന്നത്. പണ്ടാരപ്പാട്ട് വിളംബരത്തെ ജന്മികുടിയാൻ വിളംബരം എന്നും പറയുന്നു. ജന്മികുടിയാൻ വിളംബരം എന്ന് പറഞ്ഞാൽ വസ്തു എന്ന് പറയുന്നത് ഭൂമിയാകുന്നു. ഭൂമിയിൽ കുടിയാൻ എന്ന് പറഞ്ഞാൽ കൃഷി ഉടമയ്ക്കുള്ള അവകാശത്തിന് സ്ഥിരത നൽകിയ നിയമമാകുന്നു ജന്മികുടിയാൻ വിളംബരം. ഈ പണ്ടാരപ്പാട്ട് വിളംബരത്തെ, അതായത് ജന്മികുടിയാൻ വിളംബരത്തെ കർഷകരുടെ മാഗ്നാ കാർട്ട എന്നും തിരുവിതാംകൂറിലെ മാഗ്നാ കാർട്ട എന്നും പറയുന്നു. 1867 ഈ പണ്ടാരപ്പാട്ട് വിളംബരം സ്ഥിരതപ്പെടുത്തിയത്. ഓക്കെ, ജന്മികുടിയാൻ വിളംബരം അഥവാ പണ്ടാരപ്പാട്ട് വിളംബരം സ്ഥിരതപ്പെടുത്തിയത് 1867. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, തിരുവിതാംകൂറിലെ മാഗ്നാ കാർട്ട എന്ന് പറയുന്നത് പണ്ടാരപ്പാട്ട് വിളംബരമാകുന്നു. ആധുനിക തിരുവിതാംകൂറിലെ മാഗ്നാ കാർട്ട എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാകുന്നു. അത് മാറിപ്പോകാതെ പഠിച്ചു വയ്ക്കണം. ആധുനിക തിരുവിതാംകൂറിലെ മാഗ്നാ കാർട്ട എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശന വിളംബരവും തിരുവിതാംകൂറിലെ മാഗ്നാ കാർട്ട എന്ന് പറയുന്നത് പണ്ടാരപ്പാട്ട് വിളംബരവുമാകുന്നു. ഇനി ഒരു ശരിക്കുള്ളൊരു ഫാക്ട് പറയാം. അതായത് ശരിക്കും പറഞ്ഞാൽ പണ്ടാരപ്പാട്ട് വിളംബരത്തെ കർഷകരുടെ മാഗ്നാ കാർട്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് കൃഷിഭൂമി പാട്ടത്തിനെടുത്തിരുന്നത് നാട്ടുജന്മിമാരായിരുന്നു. അവിടെ ജോലി ചെയ്തിരുന്നത് പാവപ്പെട്ട കർഷകരും. പണ്ടാരപ്പാട്ട് വിളംബരത്തിലൂടെ ഭൂമി സ്വന്തമാക്കിയത് കർഷകരായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നാട്ടുജന്മിമാർ തന്നെയായിരുന്നു ആ ഭൂമി കൈവശമാക്കിയത്. പണ്ടാരപ്പാട്ട് വിളംബരത്തിലൂടെ ഭൂമി സ്വന്തമാക്കിയത് കർഷകരായിരുന്നില്ല. ഭൂമി സ്വന്തമാക്കിയത് ആരായിരുന്നു? ആ നാട്ടുജന്മിമാർ തന്നെയായിരുന്നു. സർക്കാർ വക ഭൂമി പാട്ടത്തിനെടുത്ത് കർഷകരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്ന നാട്ടുജന്മിമാർക്ക് തന്നെയായിരുന്നു ഈ പണ്ടാരപ്പാട്ട് വിളംബരം കൊണ്ട് ഗുണമുണ്ടായത്. കാരണം അവർക്ക് ആ ഭൂമി സ്വന്തമായിട്ട് കിട്ടി. പിന്നെ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ പണ്ടാരപ്പാട്ട് വിളംബരത്തെ കർഷകരുടെ മാഗ്നാ കാർട്ട എന്നും തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നും പഠിക്കുക. ഓക്കെ. മലയാളി മെമ്മോറിയൽ. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് 1890കളിൽ നടത്തിയ പ്രക്ഷോഭമാണ് മലയാളി മെമ്മോറിയൽ. 1890കളിലാണ് ഈ പ്രക്ഷോഭം അരങ്ങേറിയത്. രാമയ്യൻ ദളവയുടെ കാലം തൊട്ട്, അതായത് 1740 കാലഘട്ടം മുതൽ ആരംഭിച്ചതായിരുന്നു തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് തമിഴ് ബ്രാഹ്മണരുടെ ഇരച്ചുകയറ്റം. ഇതിനെതിരെ തിരുവിതാംകൂറിൽ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഈ മലയാളി മെമ്മോറിയൽ എന്ന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രധാനിയായ GP പിള്ളയായിരുന്നു. ഈ സമരത്തിന്റെ മുദ്രാവാക്യം തിരുവിതാംകൂറുകാർക്ക് എന്നതായിരുന്നു. 10,028 ആളുകളുടെ ഒപ്പുകൾ ശേഖരിച്ച് 1891 ജനുവരി 1 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് മലയാളി മെമ്മോറിയൽ എന്ന നിവേദനം സമർപ്പിച്ചു. മലയാളി മെമ്മോറിയലിൽ ആദ്യം ഒപ്പുവെച്ച 3 പേരാകുന്നു. ആദ്യത്തേത് KP ശങ്കരമേനോൻ, രണ്ടാമത്തേത് GP പിള്ള, 3 ഡോക്ടർ പൽപ്പു. ഈ മലയാളി മെമ്മോറിയൽ നിവേദനം എഴുതി തയ്യാറാക്കിയത് CV രാമൻ പിള്ളയായിരുന്നു. ആ സമയത്തെ തിരുവിതാംകൂർ ദിവാന്റെ പേരാകുന്നു T രാമറാവു. ദിവാൻ എന്ന് പറയുമ്പോൾ ചീഫ് മിനിസ്റ്റർ എന്നുള്ള മീനിങ് ആണ്. ആ സമയത്തെ തിരുവിതാംകൂർ ദിവാനാകുന്നു T രാമറാവു. ആ സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി അല്ലെങ്കിൽ ആ സമയത്തെ തിരുവിതാംകൂർ രാജാവായിരുന്നു ശ്രീമൂലം തിരുനാൾ. ഈഴവ മെമ്മോറിയൽ. ഈഴവർ അനുഭവിക്കുന്ന അവഗണനയ്ക്കെതിരെ ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിൽ 1896 സെപ്റ്റംബർ 3 13,176 പേർ ഒപ്പുവെച്ച നിവേദനം അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചതാകുന്നു ഈഴവ മെമ്മോറിയൽ. ആ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ, അതായത് ആ സമയത്തെ തിരുവിതാംകൂർ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു ദിവാൻ ശങ്കര സുബ്ബയ്യർ. രണ്ടാം ഈഴവ മെമ്മോറിയൽ. 1900 കാഴ്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ച സമയത്ത് സമർപ്പിച്ചു. 1896 ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച ഈഴവ മെമ്മോറിയൽ കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാത്തതുകൊണ്ടാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ കാഴ്സൺ പ്രഭുവിന് സമർപ്പിച്ചത്. എന്നാൽ കാഴ്സൺ പ്രഭുവിന് സമർപ്പിച്ച രണ്ടാം ഈഴവ മെമ്മോറിയൽ കൊണ്ടും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. തളിക്ഷേത്ര സമരം. കോഴിക്കോട് ധാരാളമായി കാണപ്പെടുന്ന ക്ഷേത്രവര സമുച്ചയങ്ങളാണ് തളിക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങളിലേക്കുള്ള റോഡുകളിലൂടെ വഴി നടക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടക്കുന്ന സമരമാണ് തളിക്ഷേത്ര സമരം അഥവാ തളി റോഡ് സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1917 C കൃഷ്ണൻ, KP കേശവമേനോൻ, മഞ്ചേരി രാമയ്യർ എന്നിവരാണ് ഈ തളിക്ഷേത്ര സമരത്തിന് നേതൃത്വം നൽകിയവർ. പൗരസമത്വവാദ പ്രക്ഷോഭണം. തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങൾക്കും ജാതിഭേദമന്യേ സമത്വം നേടിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 1919 മുതൽ 1922 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടത്തിയ സമരമായിരുന്നു പൗരസമത്വവാദ പ്രക്ഷോഭണം. അതായത് തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങൾക്കും ജാതിഭേദമന്യേ സമത്വം നേടിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 1919 മുതൽ 1922 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടത്തിയ സമരമായിരുന്നു പൗരസമത്വവാദ പ്രക്ഷോഭണം. ഈ സമരത്തിന് നേതൃത്വം നൽകിയത് AJ ജോൺ, TK മാധവൻ എന്നിവരായിരുന്നു. മലബാറിലെ കോൺഗ്രസ് സമ്മേളനങ്ങൾ. 1920 വരെ കേരളം എന്ന സംസ്ഥാനത്തിന് മൊത്തമായുള്ള കോൺഗ്രസ് സമ്മേളനം ഇല്ലായിരുന്നു. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂടുതൽ സ്ട്രോങ് ആയിരുന്നത് മലബാറിലായിരുന്നു.
അതിന് കാരണം എന്തെന്നാൽ തിരുവിതാംകൂറും കൊച്ചിയും രാജഭരണത്തിന് കീഴിലായിരുന്നു. അവിടെ രാജാവിന്റെ പരിഷ്കാരങ്ങൾ നോക്കിയാൽ മതിയായിരുന്നു. എന്നാൽ മലബാർ മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലായതുകൊണ്ട് തന്നെ മലബാറിൽ ബ്രിട്ടീഷ് ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെയായിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മലബാറിൽ കൂടുതൽ സ്ട്രോങ് ആയി മാറി. അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി മലബാറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ 5 മലബാർ കോൺഗ്രസ് സമ്മേളനങ്ങളാണ് മൊത്തത്തിൽ നടന്നത്. അതിൽ ഒന്നാം മലബാർ കോൺഗ്രസ് സമ്മേളനം എന്ന് പറയുന്നത് 1916 പാലക്കാട് വെച്ചായിരുന്നു. ഒന്നാം മലബാർ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആനി ബെസന്റ് ആയിരുന്നു. രണ്ടാം മലബാർ കോൺഗ്രസ് സമ്മേളനം 1917 കോഴിക്കോട് വെച്ചായിരുന്നു. അതിന് അധ്യക്ഷത വഹിച്ചത് CP രാമസ്വാമി അയ്യർ. മൂന്നാം മലബാർ കോൺഗ്രസ് സമ്മേളനം 1918 അത് തലശ്ശേരിയിൽ വെച്ചാണ് നടന്നത്. അതിന് അധ്യക്ഷത വഹിച്ചത് ആസാദ് അലി ഖാൻ ബഹദൂർ ആയിരുന്നു. നാലാം മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്ന വർഷം 1919 വടകരയിൽ വെച്ചായിരുന്നു. വടകരയിൽ വെച്ചുള്ള നാലാം മലബാർ കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് P രാമൻ മേനോൻ ആയിരുന്നു. അഞ്ചാം മലബാർ കോൺഗ്രസ് സമ്മേളനം നടന്നത് 1920 സ്ഥലം മഞ്ചേരി. മഞ്ചേരിയിൽ 1920 നടന്ന 5ാം കോൺഗ്രസ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് കസ്തൂരി രംഗ അയ്യങ്കാർ ആയിരുന്നു. മലബാർ കലാപം. മലബാറിൽ കൂടുതലും മുസ്ലിംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മലബാറിലുള്ള മുസ്ലിംസിനെ കോമണായി വിളിക്കുന്ന പേരാകുന്നു മാപ്പിളമാർ. ഈ മലബാറിലെ മാപ്പിളമാരായിട്ടുള്ള കർഷകർ അവർക്കെതിരെ ഉയർന്ന നികുതി ചുമത്തിയിരുന്ന നാട്ടുജന്മിമാരുമായി എപ്പോഴും തർക്കങ്ങളും അടിപിടികളും ഉണ്ടാകൽ പതിവായിരുന്നു. കാരണം ഈ നാട്ടുജന്മിമാർക്കായിരുന്നു ബ്രിട്ടീഷുകാർ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ ഉയർന്ന തോതിലുള്ള നികുതി പിരിവ് മലബാറിലെ മാപ്പിള കർഷകരുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. അത് കാരണം ഉണ്ടായിരുന്ന തർക്കങ്ങളും അടിപിടികളും 1837 കാലഘട്ടങ്ങളായപ്പോഴേക്കും അത് കലാപങ്ങളായി മാറിയിരുന്നു. ഇങ്ങനെ 1837 മുതൽ 1852 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒട്ടനവധി കാർഷിക കലാപങ്ങൾ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടു. അവയെ മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്നു. ഇങ്ങനെ വന്ന് 1921 മുമ്പായി ഏകദേശം 40ഓളം മാപ്പിള കർഷക കലാപങ്ങൾ മലബാറിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാം കലാശക്കൊട്ട് എന്നോണം മലബാറിൽ 1921 നടന്ന മാപ്പിള കർഷക കലാപത്തെയാണ് മലബാർ കലാപം എന്ന് പറയുന്നത്. 1837 മുതൽ 1852 വരെ നടന്ന മാപ്പിള കർഷക കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനായി 1852 ചുമതലപ്പെടുത്തിയ ബ്രിട്ടീഷ് സ്പെഷ്യൽ കമ്മീഷണർ ആയിരുന്നു TL സ്ട്രെയിഞ്ച്. ഈ അന്വേഷണ കാലഘട്ടത്തിൽ, അതായത് 1855 മലബാർ കർഷക കലാപവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ഓഫീസറായിരുന്നു HV കനോലി. പിന്നീട് 26 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1881 മലബാർ കർഷക കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനായി ചുമതലപ്പെടുത്തിയ കമ്മീഷന് നേതൃത്വം നൽകിയത് അന്നത്തെ മലബാർ കളക്ടറായിരുന്ന വില്യം ലോഗൻ ആയിരുന്നു. മാപ്പിള കലഹങ്ങളുടെ, അതായത് മാപ്പിള കലാപങ്ങളുടെ അടിസ്ഥാന കാരണം ജന്മിത്വവുമായി ബന്ധപ്പെട്ട കാർഷിക പ്രശ്നങ്ങളാണെന്ന് വില്യം ലോഗൻ ചൂണ്ടിക്കാട്ടി. അതിനുശേഷം, അതായത് 1887 വില്യം ലോഗനും അന്നത്തെ മലബാർ കളക്ടർ ഓഫീസിലെ ഹെഡ് ക്ലർക്കുമായിരുന്ന O ചന്തുമേനോന്റെ സഹായത്തോടെ മലബാറിനെ കുറിച്ചുള്ള സമഗ്രമായ ഒരു റിപ്പോർട്ട് വില്യം ലോഗൻ തയ്യാറാക്കി. അതിന്റെ പേരാകുന്നു മലബാർ മാനുവൽ. മലബാറിനെ കുറിച്ചുള്ള ആദ്യത്തെ സമഗ്രമായ റിപ്പോർട്ട് തയ്യാറാക്കിയത് 1887 വില്യം ലോഗനാണ്. ആ റിപ്പോർട്ടിന്റെ പേരാകുന്നു മലബാർ മാനുവൽ. അത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് വില്യം ലോഗനെ 1887 സഹായിച്ച ഹെഡ് ക്ലർക്കാകുന്നു O ചന്തുമേനോൻ. മാപ്പിള കർഷക കലാപത്തെ പിന്തുണച്ച AK പിള്ളയുടെ പത്രമായിരുന്നു സ്വരാജ്. ഇനി നമുക്ക് പൂക്കോട്ടൂർ യുദ്ധം, അതായത് പൂക്കോട്ടൂർ കലാപം എന്താണെന്ന് നോക്കാം. 1921 പൂക്കോട്ടൂർ കലാപം നടക്കുന്നത്. അപ്പോൾ അതിന്റെ റീസണിലേക്ക് നമുക്കൊന്ന് പോകാം. അതായത് അന്നത്തെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രാദേശിക സെക്രട്ടറി ആയിരുന്ന, അന്നത്തെ എന്ന് പറയുമ്പോൾ 1920 കാലഘട്ടങ്ങളിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രാദേശിക സെക്രട്ടറി ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു അഭ്യൂഹം പരന്നു. വടക്കേ വീട്ടിൽ മുഹമ്മദിനെ മോഷണക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു എന്നൊരു റൂമർ നാടാകെ പ്രചരിച്ചു. അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധം ഒരു കലാപമായി മാറി. ആ കലാപത്തെ തുടർന്ന് 100ഓളം ആളുകൾ കൊല്ലപ്പെട്ട സംഭവത്തെയാണ് പൂക്കോട്ടൂർ കലാപം അല്ലെങ്കിൽ പൂക്കോട്ടൂർ യുദ്ധം എന്ന് പറയുന്നത്. ഈ പൂക്കോട്ടൂർ കലാപമാണ് 1921 മലബാർ കലാപത്തിന്റെ തുടക്കം. ഈ പൂക്കോട്ടൂർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആലി മുസ്ലിയാർ ആയിരുന്നു. കൂടെ വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും സീതി കോയ തങ്ങൾ എന്നിവരും ഉണ്ടായിരുന്നു. കലാപത്തിന്റെ അവസാനം ഖിലാഫത്ത് ഗവൺമെന്റിന്റെ തലവനായി ആലി മുസ്ലിയാർ അവരോധിക്കപ്പെട്ടു. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1921 മലബാർ കലാപത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്, മലബാർ കലാപത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പൂക്കോട്ടൂർ കലാപമാണ്. 1921 മലബാർ കലാപത്തിന്റെ തുടക്കം, ആ മലബാർ കലാപത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് എന്താകുന്നു? പൂക്കോട്ടൂർ കലാപം അല്ലെങ്കിൽ പൂക്കോട്ടൂർ യുദ്ധത്തിലൂടെയാണ് 1921 മലബാർ കലാപത്തിന്റെ തുടക്കം. മലബാർ കലാപം എന്ന പുസ്തകം രചിച്ചത് K മാധവൻ നായർ. മലബാർ കലാപത്തെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതിയാകുന്നു ദുരവസ്ഥ. മലബാർ കലാപത്തെ അടിസ്ഥാനമാക്കി IV ശശി സംവിധാനം ചെയ്ത സിനിമയാകുന്നു 1921. മലബാർ കലാപം പശ്ചാത്തലമാക്കിയ ഉറൂബിന്റെ കൃതിയാകുന്നു സുന്ദരികളും സുന്ദരന്മാരും. ഖിലാഫത്ത് സ്മരണകൾ എന്ന പുസ്തകം രചിച്ചത് M ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. വാഗൺ ട്രാജഡി. മലബാർ കലാപത്തിന്റെ തുടർച്ചയായി നടന്ന തീവണ്ടി ദുരന്തമാകുന്നു വാഗൺ ട്രാജഡി.
വാഗൺ ട്രാജഡി നടന്നത് 1921 നവംബർ 10-നാകുന്നു. 100-ലധികം വരുന്ന മലബാർ കലാപകാരികളെ ഒരു ഗുഡ്സ് വാഗണിൽ നിറച്ച് മലപ്പുറത്തുള്ള തിരൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്ന വഴി 72 പേർ ശ്വാസം മുട്ടി മരിച്ച സംഭവമാകുന്നു വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി റിപ്പോർട്ട് ചെയ്ത കോയമ്പത്തൂരിനടുത്തുള്ള റെയിൽവേ സ്റ്റേഷനാകുന്നു പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷൻ. 100-ലധികം വരുന്ന മലബാർ കലാപകാരികളെ കോയമ്പത്തൂരിലേക്ക് ഒരു ഗുഡ്സ് വാഗണിൽ കുത്തി നിറച്ച് കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയ ബ്രിട്ടീഷുകാരനാകുന്നു T.S. ഹിച്ച്കോക്ക്. ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന വാഗൺ ദുരന്തത്തെ വിശേഷിപ്പിച്ച ചരിത്രകാരനാകുന്നു സുമിത് സർക്കാർ. വാഗൺ ട്രാജഡി നടന്ന ഗുഡ്സ് വാഗണിന്റെ നമ്പർ MSM LV 1711. വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷനാകുന്നു AR നെയ്പ് കമ്മീഷൻ. വാഗൺ ട്രാജഡി മെമ്മോറിയൽ ഹാൾ തിരൂരാകുന്നു. മലബാർ കലാപവുമായി സംബന്ധിച്ച കുറച്ച് ചോദ്യങ്ങൾ കൂടി പറയാം. 1921 മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെതിരെ ശക്തമായി പോരാടിയ വനിത കമ്മത്ത് ചിന്നമ്മ. മലബാർ കലാപം വ്യാപിച്ചിരുന്ന താലൂക്കുകൾ ഏവ? ഏറനാട്, വെള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകളിലായിട്ടാണ് മലബാർ കലാപം വ്യാപിച്ചിരുന്നത്. മലബാർ കലാപത്തെ കർഷക കലാപമായിട്ടും വർഗീയ കലാപമായിട്ടും വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. KPCC കോൺഫറൻസസ്, അതായത് KPCC സമ്മേളനങ്ങൾ. KPCCയുടെ ഫുൾ ഫോം ആകുന്നു കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി, അല്ലെങ്കിൽ കേരള പ്രൊവിൻസ് കോൺഗ്രസ് കമ്മിറ്റി എന്നോ കേരള സ്റ്റേറ്റ് കോൺഗ്രസ് കമ്മിറ്റി എന്നോ നമുക്ക് പറയാവുന്നതാണ്. 1920 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ എടുത്ത തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു ഭാഷാടിസ്ഥാനത്തിൽ പ്രാദേശിക കമ്മിറ്റികൾ രൂപീകരിക്കുക എന്നത്. അതായത് ഒരേ ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ മൊത്തത്തിലായി ഒരു കോൺഗ്രസ് സമ്മേളനം മതി. അതായത് നമുക്കറിയാം, പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകളും പല നാട്ടുരാജ്യങ്ങളായി വിഭജിച്ച് കിടക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ ഓരോ നാട്ടുരാജ്യങ്ങളിലുമായിട്ട് സെപ്പറേറ്റ് കോൺഗ്രസ് സമ്മേളനം വയ്ക്കേണ്ടതില്ല, ഒരേ ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ ഒരു കോൺഗ്രസ് സമ്മേളനം മതി എന്നുള്ളതായിരുന്നു ആ തീരുമാനം. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരു കോൺഗ്രസ് സമ്മേളനം വയ്ക്കുമ്പോൾ മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലുമായിട്ട് സെപ്പറേറ്റ് വെക്കേണ്ടതില്ല. കേരളത്തിൽ ആ ഒരു സെയിം ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ ആ ഒരൊറ്റ കോൺഗ്രസ് സമ്മേളനം മതി എന്നതായിരുന്നു 1920 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലെടുത്ത തീരുമാനം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് ആന്ധ്രാപ്രദേശിലെ APCC രൂപീകരിച്ചു, ബീഹാറിൽ BPCC, രാജസ്ഥാനിൽ RPCC, തമിഴ്നാട്ടിൽ TNPCC, അതുപോലെ കേരളത്തിൽ രൂപീകരിച്ച കോൺഗ്രസ് കമ്മിറ്റിയായിരുന്നു KPCC. ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്സിലും ഒരേ ഭാഷ സംസാരിക്കുന്നവർക്കിടയിലായിട്ട് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ചു. അതിന്റെ ഭാഗമായി കേരളത്തിൽ വന്നതാണ് KPCC. ഓക്കെ, നമുക്കിനി പഠിക്കാനുള്ളത് പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ കേരളത്തിൽ നടന്ന കോൺഗ്രസ് സമ്മേളനങ്ങളെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കാര്യം പഠിച്ചിരുന്നു. എന്താണ്? സ്വാതന്ത്ര്യത്തിന് മുമ്പ്, അതായത് പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ മലബാറിൽ നടന്ന കോൺഗ്രസ് സമ്മേളനങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. 5 കോൺഗ്രസ് സമ്മേളനങ്ങളെ കുറിച്ചും നടന്ന സ്ഥലങ്ങളെക്കുറിച്ചും അതിന്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ അധ്യക്ഷ പദവി വഹിച്ചവരെ കുറിച്ചെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഇതുപോലെ തന്നെ പ്രീ ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ കേരളത്തിൽ നടന്ന കോൺഗ്രസ് സമ്മേളനങ്ങളെ കുറിച്ചാണ്. മലബാറിലല്ല, കേരളത്തിൽ മൊത്തമായിട്ട് നടന്ന കോൺഗ്രസ് സമ്മേളനങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിനി KPCC സമ്മേളനങ്ങൾ നമുക്കൊന്ന് നോക്കാം. 1921 ഒറ്റപ്പാലത്ത് വെച്ച് T. പ്രകാശന്റെ അധ്യക്ഷതയിൽ KPCC സമ്മേളനം നടന്നു. അതുപോലെ 1923 പാലക്കാട് വെച്ച് T. പ്രകാശത്തിന്റെ അധ്യക്ഷതയിൽ KPCC സമ്മേളനം നടന്നു. പിന്നീട് നടന്നത് 1927 1927 കോഴിക്കോട് വെച്ച് BG ഹെർണിമാന്റെ അധ്യക്ഷതയിൽ KPCC സമ്മേളനം നടന്നു. അടുത്തത് പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു. 1928 പയ്യന്നൂരിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ, ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ KPCC സമ്മേളനം നടന്നിട്ടുണ്ട്. 1928 പയ്യന്നൂരിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ KPCC സമ്മേളനം നടന്നിട്ടുണ്ട്. പിന്നീട് 1931 വടകരയിൽ വെച്ച് സെൻഗുപ്ത അധ്യക്ഷത വഹിച്ചു. 1932 കോഴിക്കോട് വെച്ച് സാമുവൽ ആറോന്റെ അധ്യക്ഷതയിലും KPCC സമ്മേളനം നടന്നിട്ടുണ്ട്. ഇത് കൃത്യമായി ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായാണ് 1928 തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത്. ശ്രദ്ധിക്കുക, ക്ഷേത്ര സമീപമുള്ള റോഡുകളാണ്, ക്ഷേത്രമല്ല. 1928 തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത് വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ്. നമുക്ക് ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാം. ഓക്കെ, വേമ്പനാട്ടു കായലിന്റെ കിഴക്കേ കരയിൽ കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികളിലൂടെ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാർക്കും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1923 ഡിസംബറിൽ ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡ സമ്മേളനത്തിൽ അയിത്തോച്ചാടന വിഷയത്തിൽ ദേശവ്യാപകമായ നടപടികൾ വേണമെന്ന ഒരു പ്രമേയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാസാക്കുകയുണ്ടായി. പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചത് TK മാധവൻ ആയിരുന്നു. ഇതിന്റെ ഭാഗമായി 1924 ജാനുവരി 24 എറണാകുളത്ത് നടന്ന കോൺഫറൻസിൽ K. വേലപ്പന്റെ അധ്യക്ഷതയിൽ ഒരു അസ്പർശത നിർമ്മാർജ്ജന സമിതിക്ക് രൂപം കൊടുത്തു. ഇന്ത്യയിൽ ഐക്യത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാകുന്നു വൈക്കം സത്യാഗ്രഹം.
1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അയിത്തത്തിനെതിരെ പെട്ടെന്നൊരു ദിവസം ഇറങ്ങി തിരിച്ച സമരമല്ല വൈക്കം സത്യാഗ്രഹം. കാലങ്ങളായുള്ള അയിത്തോച്ചാരണവുമായി ബന്ധപ്പെട്ട പല പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും കലാപങ്ങളുടെയും ഒരു ആളിക്കത്തലായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1800കളിൽ തുടങ്ങിയ അയിത്തത്തിനെതിരെയുള്ള പോരാട്ടങ്ങളുടെ ആകെ തുകയായിട്ടാണ് വൈക്കം സത്യാഗ്രഹം അരങ്ങേറുന്നത്. 1924 മാർച്ച് 30 തുടങ്ങിയ ഈ സമരം 603 ദിവസമാണ് നീണ്ടുനിന്നത്. ഈ സമരത്തിന് നേതൃത്വം നൽകിയ കേരളത്തിലെ നവോത്ഥാന നായകനായിരുന്നു ടി.കെ. മാധവൻ. 1924 മാർച്ച് 30 ഈ സമരം തുടങ്ങുമ്പോൾ അവിടുത്തെ ഭരണാധികാരി, അതായത് തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ ആയിരുന്നു. 603 ദിവസങ്ങൾ നീണ്ടുനിന്ന ഈ സമരത്തിന്റെ ഇടയ്ക്ക് വെച്ച് ശ്രീമൂലം തിരുനാൾ മരണപ്പെട്ടു. അതിനുശേഷം തിരുവിതാംകൂർ റീജന്റായി സേതുലക്ഷ്മിബായി ചുമതലയേറ്റു. റീജന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത ഭരണാധികാരിക്ക് പ്രായമായില്ലെങ്കിൽ താൽക്കാലികമായി ഭരണ ചുമതലയേൽക്കുന്ന ആളാകുന്നു റീജന്റ്. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്നത്. വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ക്ഷേത്ര സമീപ റോഡുകളിലൂടെ അവർണർക്ക് നടക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സവർണരുടെ ജാഥ, ശ്രദ്ധിക്കണം, സവർണരുടെ ജാഥ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. ഒരിക്കൽ കൂടി പറയാം, വൈക്കം സത്യാഗ്രഹ സമയത്ത് തിരുവിതാംകൂർ ക്ഷേത്ര സമീപ റോഡുകളിലൂടെ അവർണർക്ക് നടക്കുവാനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സവർണരുടെ ജാഥ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്തിയത് മന്നത്ത് പത്മനാഭൻ ആയിരുന്നു. അന്ന് തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന നാഗർകോയിലിൽ സമരം നടത്തിയത് M.E. നായിഡു ആയിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ദേശീയ നേതാവാകുന്നു വിനോബ ഭാവെ. തമിഴ്നാട്ടിൽ നിന്നും E.V. രാമസ്വാമി നായ്ക്കറും പങ്കെടുത്തു. ഇനി വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ ആരംഭഘട്ടത്തിൽ, അതായത് 1924 മാർച്ച് 30 വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തുള്ള റോഡുകളിലൂടെ നടന്നു പോകുന്ന ആദ്യത്തെ 3 സത്യാഗ്രഹികളുടെ പേരാകുന്നു കുഞ്ഞപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. വൈക്കം സത്യാഗ്രഹത്തെ സപ്പോർട്ട് ചെയ്യുവാനായി പഞ്ചാബിൽ നിന്നും വന്ന അകാലികളാകുന്നു ലാൽ സിംഗ്, കൃപാൽ സിംഗ്. അകാലികൾ എന്ന് പറഞ്ഞാൽ പഞ്ചാബിലെ സിഖു മതവുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ മതപരമായ പ്രസ്ഥാനത്തിന്റെ അനുയായികളെയാണ് അകാലികൾ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിന്റെ ഒപ്പം തന്നെ നമുക്ക് പഠിക്കാനുള്ളതാകുന്നു, വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ച ഹൈന്ദവേതരായവരിൽ, അതായത് ഹിന്ദുക്കളല്ലാത്തവരിൽ പ്രധാനികളാകുന്നു ബാരിസ്റ്റർ ജോർജ് ജോസഫ്, ബജയമാതരം മാത്തുണ്ണി, അബ്ദുറഹ്മാൻ സാഹിബ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാകുന്നു സ്വാമി സത്യാവർത്തവും കോട്ടുകോയിക്കൽ വേലായുധനും. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷിയാകുന്നു തിരുവല്ല ചിറ്റയടത്ത് ശങ്കുപിള്ള. വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യ രക്തസാക്ഷിയാകുന്നു തിരുവല്ല ചിറ്റയടത്ത് ശങ്കുപിള്ള. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി 1925 ഗാന്ധിജി കേരളം സന്ദർശിച്ചു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി 1925 ഗാന്ധിജി കേരളം സന്ദർശിച്ചു. ഗാന്ധിജിക്കൊപ്പം മകൻ രാംദാസ്, C. രാജഗോപാലാചാരി, അലാടി കൃഷ്ണസ്വാമി അയ്യർ എന്നിവരും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് 1806 നടന്ന ദളവാകുളം സംഭവം എന്താണെന്ന് നോക്കാം. 1924 വൈക്കം സത്യാഗ്രഹത്തിന് വഴിവെച്ച ഒട്ടനവധി സംഭവങ്ങളിൽ വളരെ സുപ്രധാനപ്പെട്ട ഒരു സംഭവമാകുന്നു ദളവാകുളം കൂട്ടക്കൊല. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, കോട്ടയം ജില്ലയിലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള റോഡുകളിലൂടെ വഴി നടക്കുന്നതിനുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വർഷം 1806 ആ നാട്ടിലെ 200ഓളം വരുന്ന യുവാക്കൾ കോട്ടയം വൈക്കത്തിലെ പനിച്ചിക്കൽ കാവിലേക്ക് സമാധാനപൂർവമായ ഒരു ജാഥ നടത്തി. ഇതിൽ രോഷം പൂണ്ട അന്നത്തെ തിരുവിതാംകൂർ ദളവയുടെ അനുയായികൾ ആയുധങ്ങളുമായി വന്ന് ആ ജാഥയിൽ പങ്കെടുത്ത 200-ലധികം ആളുകളെയും വെട്ടിക്കൊന്ന് അവിടെയുള്ള കുളത്തിലേക്കിട്ട് മൂടി. ഈ സംഭവമാകുന്നു ദളവാകുളം കൂട്ടക്കൊല. ദളവാകുളം സംഭവത്തിന് നേതൃത്വം കൊടുത്ത ദളവയുടെ പേര് വേലുത്തമ്പി ദളവയാണെന്ന് പറയപ്പെടുന്നു. ഈ ഒരു കുളം, അതായത് ഈ ഒരു ദളവാകുളം നികത്തിയ സ്ഥലത്താണ് കോട്ടയത്തുള്ള ദളവാകുളം ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ സംഭവങ്ങളുടെ എല്ലാം പ്രതിഷേധങ്ങളുടെ ഒരു വലിയൊരു ആളിക്കത്തലായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാകുന്നു ടി.കെ. മാധവൻ. 603 ദിവസമാകുന്നു വൈക്കം സത്യാഗ്രഹം നീണ്ടുനിന്നത്. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23 ഈ വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ പ്രവർത്തന ഫലമായാണ് 1928 തിരുവിതാംകൂറിലെ ക്ഷേത്ര സമീപമുള്ള റോഡുകൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തത്. ഉപ്പ് സത്യാഗ്രഹം. ബ്രിട്ടീഷുകാരുടെ സാൾട്ട് ആക്ടിന്, അതായത് ഉപ്പ് നിയമത്തിന് എതിരായി നടന്ന സമരമാകുന്നു ഉപ്പ് സത്യാഗ്രഹം. ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ കടൽ തീരത്ത് നിന്ന് ഉപ്പ് എടുക്കുന്നതിൽ ബ്രിട്ടീഷുകാർ നികുതി ഏർപ്പെടുത്തി. ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുക്കാതെ ഉപ്പ് കുറക്കിയാൽ ജയിൽ ശിക്ഷ അനുഭവിക്കണം. ഇതായിരുന്നു ഉപ്പ് നിയമം. ഇതായിരുന്നു ബ്രിട്ടീഷുകാരുടെ സാൾട്ട് ആക്ട്. ഈ ഒരു ഉപ്പ് നിയമം ലംഘിക്കുവാനായി 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അന്യായമായ നിയമങ്ങൾ സമാധാനപരമായി എതിർക്കുകയും ലംഘിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാകുന്നു സിവിൽ നിയമലംഘന പ്രസ്ഥാനം. 1930 മാർച്ച് 12 ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സബർമതി ആശ്രമത്തിൽ നിന്നും 390 കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയുള്ള ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്ക് ഗാന്ധിജി തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട 78 അനുയായികൾക്കൊപ്പം ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ച വർഷവും ഡേറ്റും 1930 മാർച്ച് 12
എവിടെ നിന്നാണ് ആരംഭിച്ചത്? ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സബർമതി ആശ്രമത്തിൽ നിന്നും. എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് ആയിരുന്നു? 390 കിലോമീറ്റർ ഡിസ്റ്റൻസ് അകലെയുള്ള ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്കായിരുന്നു അന്ന് ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്. ഈ ഒരു സമരയാത്രയിലുടനീളം നൂറുകണക്കിന് ആളുകൾ ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് അണിചേരുകയുണ്ടായി. 1930 ഏപ്രിൽ 5-നാണ് ഗാന്ധിജിയും അനുയായികളും ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത്. 24 ദിവസം കൊണ്ട് 390 കിലോമീറ്ററാണ് അവർ സഞ്ചരിച്ചത്. 1930 ഏപ്രിൽ 6-ന് ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. ഈ ഒരു വർഷവും ഡേറ്റും കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12. ഗാന്ധിജിയും അനുയായികളും ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ 5. ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6. ഈ ഡേറ്റുകൾ മറന്നുപോകാതെ കൃത്യമായി ഓർത്തു വയ്ക്കുക. മാർച്ച് 12-ന് ആരംഭിച്ചു, ഏപ്രിൽ 5-ന് ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു, ഏപ്രിൽ 6-ന് ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. ഉപ്പ് സത്യാഗ്രഹത്തിന് പോകും മുമ്പ് ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ ഒന്ന് വായിക്കാം. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ എൻ്റെ ജഡം ഞാൻ സമുദ്രത്തിന് സംഭാവന നൽകും. ദണ്ഡി യാത്രയിലെ, അതായത് ഉപ്പ് സത്യാഗ്രഹത്തിലെ സത്യാഗ്രഹികൾ തൂവള്ള ഖാദി വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അതുകൊണ്ട് ദണ്ഡി മാർച്ചിനെ വെണ്മയുടെ ഒഴുകുന്ന നദി എന്ന് പറയപ്പെടുന്നു. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉപ്പ് സത്യാഗ്രഹങ്ങൾ നടന്നിരുന്നു. കേരളത്തിൽ കണ്ണൂരിലെ പയ്യന്നൂരിലും കോഴിക്കോട്ടെ ബേപ്പൂരിലും എന്നിവിടങ്ങളിലായി ഉപ്പ് സത്യാഗ്രഹം നടന്നിരുന്നു. 1930 ഏപ്രിൽ 13-നാണ് കെ കേളപ്പൻ നയിച്ച കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചത്. 32 പേരായിരുന്നു കെ കേളപ്പനോടൊപ്പം ആ യാത്രയിൽ ആദ്യം അണിചേർന്നത്. പിന്നീട് യാത്രയിലുടനീളം നൂറുകണക്കിന് ആളുകൾ അതിനെ അഭിഗമിക്കുകയുണ്ടായി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിലെ പ്രധാന വേദി പയ്യന്നൂരായിരുന്നു. പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്നും അറിയപ്പെടുന്നു. കണ്ണൂരിലെ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് പറയുവാനുള്ള കാരണം ഗുജറാത്തിലെ ബർദോളിയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയിട്ടുള്ള പല സമരങ്ങളും കണ്ണൂരിലെ പയ്യന്നൂരിലും സമാനതകളോട് കൂടി നടക്കുകയുണ്ടായി. അത് കാരണം കൊണ്ടാണ് കണ്ണൂരിലെ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഗാനമായിരുന്നു വരിക വരിക സഹചരെ എന്നത്. ഗാന്ധിജിയുടെ ദണ്ഡി ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഗാനമായിരുന്നു രഘുപതി രാഘവ രാജാറാം. വരിക വരിക സഹചരെ എന്നുള്ള ഗാനം എഴുതിയത് അംശി നാരായണപിള്ളയാകുന്നു. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. അതായത് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് പാലക്കാട് നിന്നും കോഴിക്കോട്ടെ ബേപ്പൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നടന്നിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്തത് TR കൃഷ്ണസ്വാമി അയ്യർ ആകുന്നു. TR കൃഷ്ണസ്വാമി അയ്യർ പാലക്കാട്ടെ തന്റെ ശിവഗിരി ആശ്രമത്തിൽ നിന്നും കോഴിക്കോട്ടെ ബേപ്പൂരിലേക്ക് ഉപ്പ് സത്യാഗ്രഹ ജാഥ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയായിരുന്നു പയ്യന്നൂർ. ഈ പയ്യന്നൂർ സത്യാഗ്രഹം, കേരളത്തിലെ ഈ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 ഏപ്രിൽ 13-നാകുന്നു. 1930 ഏപ്രിൽ 21-ന് പയ്യന്നൂരിലെത്തി 1930 ഏപ്രിൽ 23-ന് ഉപ്പ് നിയമം ലംഘിച്ചു. ഈ ഡേറ്റുകൾ മറന്നു പോകരുത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ ജാഥ ആരംഭിച്ചത് 1930 ഏപ്രിൽ 13-നാകുന്നു. 1930 ഏപ്രിൽ 21-ന് പയ്യന്നൂർ കടപ്പുറത്തുവരെത്തി. 1930 ഏപ്രിൽ 23-ന് കേരളത്തിൽ ഉപ്പ് നിയമം ലംഘിച്ചു. എന്നാൽ ദേശീയ തലത്തിലുള്ള ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഡേറ്റും ഇതായിട്ട് ക്ലാഷ് ആവരുത്. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഡേറ്റ് ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് 1930 മാർച്ച് 12-നാകുന്നു. പിന്നീട് 1930 ഏപ്രിൽ 5-ന് ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നു. 1930 ഏപ്രിൽ 6-ന് ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹ സമരം ആരംഭിച്ച ഡേറ്റ് 1930 മാർച്ച് 12. ദണ്ഡി കടപ്പുറത്ത് എത്തിയ ഡേറ്റ് 1930 ഏപ്രിൽ 5. ഉപ്പ് നിയമം ലംഘിച്ചത് 1930 ഏപ്രിൽ 6. അപ്പോൾ മാർച്ച് 12, ഏപ്രിൽ 5, ഏപ്രിൽ 6 വർഷമെല്ലാം സെയിം ആണ്, 1930. എന്നാൽ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹവുമായി സംബന്ധിച്ചുള്ള ഡേറ്റ് പറയാം, വർഷം സെയിം തന്നെയാണ്, 1930 തന്നെയാണ്. എന്നാൽ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ച ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 13-നാകുന്നു. പയ്യന്നൂരിലെ കടപ്പുറത്ത് എത്തിയത് ഏപ്രിൽ 21-നാകുന്നു. പയ്യന്നൂരിൽ വെച്ച് ഉപ്പ് നിയമം ലംഘിച്ചത് ഏപ്രിൽ 23-നാകുന്നു. അപ്പോൾ ഏപ്രിൽ മാസങ്ങളിലാണ് കേരളത്തിലുള്ള ഉപ്പ് സത്യാഗ്രഹം നടന്നത്. ഏപ്രിൽ 13, ഏപ്രിൽ 21, ഏപ്രിൽ 23. എന്നാൽ ഗാന്ധിജിയുടെ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ടാണ്. മാർച്ച് 12-ന് തുടങ്ങി, ഏപ്രിൽ 5-ന് എത്തിച്ചേർന്നു, ഏപ്രിൽ 6-ന് ഉപ്പ് നിയമം ലംഘിച്ചു. അപ്പോൾ അത് മറന്നു പോകാതെ മാറിപ്പോകാതെ പ്രത്യേകം ബൈഹാർട്ട് ചെയ്ത് വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. താങ്ക്
പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം, ഈ സാൾട്ട് ആക്ട് അതായത് ഉപ്പ് നിയമം ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഏത് വർഷം മുതലാണെന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. അത് 1836 മുതലാണ് ഈ ഉപ്പ് നിയമം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അപ്പോൾ ആ സമയം മുതലേ നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് പല എതിർപ്പുകളും പല പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ആകെ തുകയായിട്ടാണ്, അതിൻ്റെ എല്ലാം ഒരു ആളിക്കത്തിൽ എന്നോളമാണ് 1930 ഗാന്ധിജി ഈ സമരത്തിന് നേതൃത്വം ഏറ്റെടുത്ത് ഇത്തരത്തിൽ അതിനെ അവസാനിപ്പിച്ചത്. ഓക്കെ. കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്, അതായത് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 2-3 പോയിന്റ്സ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ആ പോയിന്റ്സിലേക്കൊന്ന് പോകാം. 1930 കേരളത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ കെ കേളപ്പനെ അറസ്റ്റ് ചെയ്തപ്പോൾ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് മൊയ്യാരത്ത് ശങ്കരൻ ആയിരുന്നു. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ബെല്ലാരി ജയിലിൽ അടയ്ക്കപ്പെട്ട PC കുഞ്ഞിരാമൻ അടിയോടി 43 ദിവസത്തെ ഉപവാസത്തിനുള്ളിൽ ജയിലിൽ വെച്ച് മരണപ്പെട്ടു. AKG അടക്കമുള്ള നേതാക്കൾ പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം, ഈ സാൾട്ട് ആക്ട് അതായത് ഉപ്പ് നിയമം ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ഏത് വർഷം മുതലാണെന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. അത് 1836 മുതലാണ് ഈ ഉപ്പ് നിയമം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അപ്പോൾ ആ സമയം മുതലേ നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ട് പല എതിർപ്പുകളും പല പ്രതിഷേധങ്ങളും സമരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ആകെ തുകയായിട്ടാണ്, അതിൻ്റെ എല്ലാം ഒരു ആളിക്കത്തിൽ എന്നോളമാണ് 1930 ഗാന്ധിജി ഈ സമരത്തിന് നേതൃത്വം ഏറ്റെടുത്ത് ഇത്തരത്തിൽ അതിനെ അവസാനിപ്പിച്ചത്. ഓക്കെ. ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സത്യാഗ്രഹ സമരമാകുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ ക്ഷേത്രം ഇന്നത്തെ തൃശ്ശൂർ ജില്ലയുടെ ഭാഗമാകുന്നു. എന്നാൽ 1956 മുമ്പ് വരെ ഗുരുവായൂർ ക്ഷേത്രം മലബാർ ജില്ലയിലെ പൊന്നാനി താലൂക്കിന്റെ ഭാഗമായിരുന്നു. പൊന്നാനി താലൂക്കിൽ സ്ഥിതി ചെയ്തിരുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റി സാമൂതിരിയായിരുന്നു. എല്ലാ ഹിന്ദുക്കൾക്കും വേണ്ടി ഗുരുവായൂർ ക്ഷേത്രം തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ കെ കേളപ്പനായിരുന്നു. അതായത് ഈ ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു. 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറുന്നത്. 1931 കോഴിക്കോട് വടകരയിൽ സെൻഗുപ്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന 5ാമത് KPCC സമ്മേളനത്തിലാണ് ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ചത്. ഈ പ്രമേയത്തിലൂടെയാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത്. കേരളത്തിൽ നടന്ന ആദ്യ മഹിളാ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് 1931 5ാമത് KPCC സമ്മേളനം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ 1931 കോഴിക്കോട് വടകരയിൽ സെൻ ഗുപ്തയുടെ അധ്യക്ഷതയിൽ ചേർന്ന 5ാമത് KPCC സമ്മേളനത്തിലാണ് ക്ഷേത്രപ്രവേശനത്തെ സംബന്ധിച്ച പ്രമേയം അംഗീകരിച്ചത്. അപ്പോൾ ഈ പ്രമേയത്തിലൂടെയാണ് 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം അരങ്ങേറുന്നതും. അതുമാത്രമല്ല, ഈ 5ാമത് KPCC സമ്മേളനത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആദ്യ മഹിളാ കോൺഗ്രസ് സമ്മേളനം കൂടിയാണ് 1931 5ാമത് KPCC സമ്മേളനം. അതായത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കെ കേളപ്പനാകുന്നു. ഓക്കെ. കെ കേളപ്പൻ തന്നെയായിരുന്നു ഈ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയും കെ കേളപ്പൻ തന്നെയായിരുന്നു. കെ കേളപ്പൻ തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. അതുമാത്രമല്ല, ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ സമരത്തിന്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG ആയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ P കൃഷ്ണപിള്ളയാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിയടിച്ച ആദ്യ അബ്രാഹ്മണൻ P കൃഷ്ണപിള്ളയാകുന്നു. KPCCയുടെ കീഴിലാണ് ഈ സത്യാഗ്രഹം നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ടവരാകുന്നു TR കൃഷ്ണസ്വാമി അയ്യരും സുബ്രഹ്മണ്യൻ തിരുമുമ്പും. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തടവിന് ശിക്ഷിക്കപ്പെട്ടവരാകുന്നു TR കൃഷ്ണസ്വാമി അയ്യരും സുബ്രഹ്മണ്യൻ തിരുമുമ്പും. 1932 സെപ്റ്റംബർ 21 കെ കേളപ്പൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു. എന്നാൽ 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ നിരാഹാര സമരം അവസാനിപ്പിച്ചു. അതായത് 1932 സെപ്റ്റംബർ 21 കെ കേളപ്പൻ മരണം വരെ നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയും എന്നാൽ 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ നിരാഹാരം അവസാനിപ്പിക്കുകയുമാണ് ചെയ്തത്. സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ 77% സവർണ ഹിന്ദുക്കളും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു. സത്യാഗ്രഹത്തെ തുടർന്ന് പൊന്നാനി താലൂക്കിൽ നടത്തിയ വോട്ടെടുപ്പിൽ 77% സവർണ ഹിന്ദുക്കളും ക്ഷേത്രപ്രവേശനത്തെ അനുകൂലിച്ചു. 1932 ഈ സമരം അവസാനിപ്പിച്ചു. 1932 ഈ സമരം അവസാനിപ്പിച്ചു. നിവർത്തന പ്രക്ഷോഭം. നിയമസഭയിലും സർക്കാർ നിയമനങ്ങളിലും ന്യായമായ പ്രാതിനിധ്യം ലഭിക്കാൻ ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ സംഘടിച്ചു നടത്തിയ സമരമാകുന്നു നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രധാനിയായ C കേശവൻ ആയിരുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ സെക്രട്ടറിയും C കേശവൻ തന്നെയായിരുന്നു.
നിവർത്തന പ്രക്ഷോഭത്തിന് സി കേശവന്റെ കൂടെ അണിചേർന്നവരിൽ പ്രധാനികളാകുന്നു TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ്. നിവർത്തന പ്രക്ഷോഭം എന്ന പേരിട്ടത് IC ചാക്കോ ആകുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്ന് പറഞ്ഞാൽ നാവ് അല്ലെങ്കിൽ ടങ്ക് എന്നാണ് അർത്ഥം. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രമാകുന്നു കേരള കേസരി. കേരള കേസരി പത്രത്തിന്റെ എഡിറ്റർ, പത്രാധിപനായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള. കേസരി ബാലകൃഷ്ണപിള്ളയായിരുന്നു കേരള കേസരി എന്ന പത്രത്തിന്റെ എഡിറ്റർ, അതായത് പത്രാധിപൻ. ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള പിന്നോക്ക വിഭാഗക്കാരുടെ വോട്ടവകാശത്തിലേക്ക് നയിച്ച സമരം കൂടിയാകുന്നു നിവർത്തന പ്രക്ഷോഭം. ശ്രീമൂലം പ്രജാസഭ എന്ന് പറഞ്ഞാൽ ആധുനിക തിരുവിതാംകൂറിലെ 10ാമത്തെ ഭരണാധികാരിയായിരുന്ന ശ്രീമൂലം തിരുനാൾ സ്ഥാപിച്ച നിയമസഭയാകുന്നു ശ്രീമൂലം പ്രജാസഭ. അപ്പോൾ ശ്രീമൂലം പ്രജാസഭ എന്ന് പറഞ്ഞാൽ ശ്രീമൂലം തിരുനാൾ സ്ഥാപിച്ച നിയമസഭയാകുന്നു ശ്രീമൂലം പ്രജാസഭ. ഈ ശ്രീമൂലം പ്രജാസഭയാണ് 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടെ കേരള നിയമസഭയായി പരിവർത്തനം ചെയ്യപ്പെട്ടത്. ഈ ശ്രീമൂലം പ്രജാസഭയിലേക്കുള്ള വോട്ടവകാശത്തിന് ഈഴവർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ന്യായമായ പ്രാതിനിധ്യം ലഭിക്കാൻ കാരണമായ പ്രക്ഷോഭം കൂടിയാകുന്നു 1932 നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിലെ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്ക് കാരണമായ ഒരു പ്രക്ഷോഭം കൂടിയാകുന്നു നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിലെ ഭരണഘടനാ പരിഷ്കാരങ്ങൾക്ക് കാരണമായ ഒരു പ്രക്ഷോഭം കൂടിയാകുന്നു നിവർത്തന പ്രക്ഷോഭം. കേരള PSCയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച സമരം കൂടിയാണ് നിവർത്തന പ്രക്ഷോഭം. കേരള PSCയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച സമരം കൂടിയാകുന്നു നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂർ PSCയുടെ ആദ്യ കമ്മീഷണർ ആയിരുന്നു GD നോക്സ്. തിരുവിതാംകൂർ PSCയുടെ ആദ്യ കമ്മീഷണർ ആകുന്നു GD നോക്സ്. തിരുവിതാംകൂർ PSC രൂപീകരിച്ച വർഷം 1936 ആകുന്നു. തിരുവിതാംകൂർ PSC രൂപീകരിച്ച വർഷം 1936 ആകുന്നു. PSCയുടെ സാധ്യതകളെക്കുറിച്ച് അന്ന് പഠിച്ച റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത സ്പെഷ്യൽ ഓഫീസർ കൂടിയാകുന്നു GD നോക്സ്. PSCയുടെ സാധ്യതകളെക്കുറിച്ച് അന്ന് പഠിച്ച റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത സ്പെഷ്യൽ ഓഫീസർ കൂടിയാകുന്നു GD നോക്സ്. ഈ GD നോക്സ് തന്നെയാകുന്നു തിരുവിതാംകൂർ PSCയുടെ ആദ്യ കമ്മീഷണറും ഒക്കെ. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഈഴവർ, ക്രിസ്ത്യൻസ്, മുസ്ലിംസ് ഉൾപ്പെടുന്ന ഒരു സംയുക്ത രാഷ്ട്രീയ സമിതിക്ക് രൂപം കൊടുത്തത് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സി കേശവൻ ആയിരുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഈഴവർ, ക്രിസ്ത്യൻസ്, മുസ്ലിംസ് ഉൾപ്പെടുന്ന ഒരു സംയുക്ത രാഷ്ട്രീയ സമിതിക്ക് രൂപം കൊടുത്തത് നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നിവർത്തന പ്രക്ഷോഭത്തിന്റെ സെക്രട്ടറിയുമായിരുന്ന സി കേശവനായിരുന്നു. 1932 തുടങ്ങിയ നിവർത്തന പ്രക്ഷോഭം 1935 അവസാനിച്ചു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 1935 പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാകുന്നു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി 1935 പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാകുന്നു. ഈ പ്രസംഗത്തിൽ സി കേശവൻ ബ്രിട്ടീഷുകാരെ ശക്തമായി വിമർശിച്ചത് കാരണം സി കേശവനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടു. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലം വിജയമായിരുന്നു. 1935 ഈ സമരം അവസാനിച്ചു. 1932 തുടങ്ങിയ നിവർത്തന പ്രക്ഷോഭം അവസാനിക്കുന്നത് 1935 നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഫലം വിജയമായിരുന്നു. വൈദ്യുതി പ്രക്ഷോഭം. തൃശൂരിലെ വൈദ്യുതി വിതരണം മദ്രാസിലെ ഒരു പ്രൈവറ്റ് കമ്പനിയായ ചന്ദ്രിക കമ്പനിയെ ഏൽപ്പിക്കുവാനുള്ള കൊച്ചി ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെ നടത്തിയ ജനകീയ പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം. ആ സമയത്തെ കൊച്ചിയിലെ ദിവാൻ, അതായത് ആ സമയത്തെ കൊച്ചിയിലെ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു RK ഷൺമുഖം ചെട്ടി. വൈദ്യുതി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു ഇക്കണ്ട വാര്യർ, AR മേനോൻ, ഇയ്യുണ്ണി തുടങ്ങിയവർ. ഈ സമരം ഫലം കണ്ടില്ല. ഈ വൈദ്യുത പ്രക്ഷോഭത്തെ കൊച്ചി ഗവൺമെന്റ് അടിച്ചമർത്തുകയാണുണ്ടായത്. ക്ഷേത്രപ്രവേശന വിളംബരം, ദാറ്റ് മീൻസ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാ കാർട്ട എന്നറിയപ്പെടുന്ന ഒന്നാകുന്നു ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പിതാവ്, സൃഷ്ടാവ്, പ്രയോക്താവ് എന്നീ നിലകളിൽ അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകനാകുന്നു TK മാധവൻ. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. 1936 നവംബർ 12 ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. 1936 നവംബർ 12 മലയാള മാസം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അത് 1112 തുലാം 27 ആകുന്നു. 1936 നവംബർ 12 മലയാള മാസം. അപ്പോൾ നമ്മൾ പറഞ്ഞത് ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1936 നവംബർ 12, അതിന്റെ മലയാള മാസം 1112 തുലാം 27. ഈ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുമ്പോൾ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവായിരുന്നു. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ S പരമേശ്വര അയ്യർ. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തിന്റെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആകുന്നു. അതുപോലെ ഗാന്ധിജി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ദ അതോറിറ്റേറ്റീവ് സ്ക്രിപ്ചർ ഓഫ് ദി പീപ്പിൾസ് സ്പിരിച്വൽ എമാൻസിപ്പേഷൻ എന്നുകൂടി ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മലയാളം ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നുകൂടി മഹാത്മാഗാന്ധിജി ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 1947 മലബാറിലും 1948 കൊച്ചിയിലും ക്ഷേത്രപ്രവേശന വിളംബരം അനുവദിച്ചു. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ വർഷങ്ങളൊക്കെ ഓർത്തു വെക്കുക. 1936 തിരുവിതാംകൂറിലും 1947 മലബാറിലും 1948 കൊച്ചിയിലും ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുകയുണ്ടായി. നമുക്കിനകത്ത് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ആദ്യത്തെ ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അത് തിരുവിതാംകൂറാണ്. അത് 1936 നവംബർ 12 മലയാള മാസം 1112 തുലാം 27 ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ സൃഷ്ടാവ്, പിതാവ്, പ്രയോക്താവ് എന്ന നിലകളിൽ അറിയപ്പെടുന്ന കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനാകുന്നു TK മാധവൻ.
ഉത്തരവാദ ഭരണ പ്രക്ഷോഭണം, ദാറ്റ് മീൻസ് റെസ്പോൺസിബിൾ ഗവൺമെന്റ് അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും ജനാധിപത്യ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഉത്തരവാദ ഭരണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 1938 നടത്തിയ പ്രക്ഷോഭത്തെയാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭണം എന്ന് പറയുന്നത്. കാരണം അന്നുവരെ രാജാവിന്റെയും ദിവാൻ എന്ന് പറയുമ്പോൾ ചീഫ് മിനിസ്റ്റർ, അതായത് അന്നുവരെ രാജാവിന്റെയും ദിവാന്റെയും കടുംപിടുത്തത്തിലുള്ള ഭരണമായിരുന്നു തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്നിരുന്നത്. സോ അതിൽ നിന്നും മാറ്റം വന്ന് ജനാധിപത്യ ഭരണത്തിലേക്ക് ഈ തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങൾ മാറുന്നതിന് വേണ്ടി നടന്ന പ്രക്ഷോഭമാകുന്നു ഉത്തരവാദ ഭരണ പ്രക്ഷോഭണം. ആ സമയം എന്ന് പറയുമ്പോൾ 1938 കാലഘട്ടത്തിലാണ് 1932 നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട സംയുക്ത രാഷ്ട്രീയ സമിതി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന സംഘടനയായി മാറിയതും. അതായത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയുടെ മുമ്പത്തെ പേരെന്തായിരുന്നു? സംയുക്ത രാഷ്ട്രീയ സമിതി എന്നായിരുന്നു. സംയുക്ത രാഷ്ട്രീയ സമിതിക്ക് രൂപം കൊടുത്തത് 1932 നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സി കേശവനായിരുന്നു. അപ്പോൾ 1932 നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട സംയുക്ത രാഷ്ട്രീയ സമിതി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് അല്ലെങ്കിൽ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയായി മാറിയത് ഈ 1938 ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ കാലഘട്ടത്തിലാണ്. 1938 ഉത്തരവാദ ഭരണ പ്രക്ഷോഭണത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് പട്ടം താണുപിള്ള ആയിരുന്നു. തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരവാദ ഭരണം, അതായത് പൂർണ്ണമായ ജനാധിപത്യ ഭരണം നേടിക്കൊടുക്കുക എന്നതായിരുന്നു ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന സംഘടനയുടെ ലക്ഷ്യം. മാത്രമല്ല ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തെ ഡിക്റ്റേറ്റർ എന്ന പദവിയിലേക്ക് മാറ്റിയതും ഉത്തരവാദ ഭരണ പ്രക്ഷോഭണത്തിന്റെ കാലത്താണ്. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിലാണ് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം അരങ്ങേറിയത്. അന്നത്തെ, അതായത് 1938 കാലഘട്ടത്തിലെ തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ CP രാമസ്വാമി അയ്യരുടെ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നിവേദനം സമർപ്പിച്ചത് അന്നത്തെ ട്രാവൻകൂർ രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ രാമവർമ്മയ്ക്കായിരുന്നു. പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടപ്പോൾ, അതായത് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഉത്തരവാദ ഭരണ പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഈ പറയുന്ന ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസ് തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് മാറ്റി. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൽ പ്രകോപിതരായ അന്നത്തെ തിരുവിതാംകൂർ ഗവൺമെന്റ് ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന സംഘടനയെയും ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ തന്നെ യൂത്ത് ലീഗ് എന്ന സംഘടനയെയും നിയമവിരുദ്ധ സംഘടനകളായി പ്രഖ്യാപിച്ചു. പിന്നീട് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിൽ നിന്നും പട്ടം താണുപിള്ള അറസ്റ്റിലാവുകയും NK പത്മനാഭപിള്ള അതിന്റെ ചുമതലയേൽക്കുകയും ചെയ്തു. പിന്നീട് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിനെതിരെ പോലീസ് വെടിവെപ്പ് ഉണ്ടാവുകയും രാഘവൻ എന്നയാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ആദ്യ രക്തസാക്ഷിയായിരുന്നു രാഘവൻ. അതുമാത്രമല്ല ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്ന ശിവരാജ് പാണ്ഡ്യൻ എന്നയാൾ പോലീസ് മർദ്ദനത്തെ തുടർന്ന് ലോക്കപ്പിൽ മരണപ്പെടുകയും ചെയ്തു. ഈ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ 12ാമത് ഡിക്റ്റേറ്റർ ആകുന്നു അക്കാമ ചെറിയാൻ. ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന ആ ഒരു പദവി മുമ്പ് അറിയപ്പെട്ടിരുന്നത് പ്രസിഡന്റ് എന്ന പേരിലാകുന്നു. ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി രൂപീകരിച്ചപ്പോൾ അവർ പ്രസിഡന്റ് എന്ന് പറയുന്ന പദവിയെ ഡിക്റ്റേറ്റർ എന്ന പേരിലാണ് അവർ വിളിക്കാൻ തുടങ്ങിയത്. ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന ആ ഒരു വീടിന്റെ അർത്ഥം സർവാധിപൻ എന്നാകുന്നു. അപ്പോൾ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ 12ാമത് ഡിക്റ്റേറ്റർ ആകുന്നു അക്കാമ ചെറിയാൻ. അത് മാത്രമല്ല ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്, അതായത് ആദ്യത്തെ വനിതാ ഡിക്റ്റേറ്റർ കൂടിയാകുന്നു അക്കാമ ചെറിയാൻ. അന്നത്തെ ദിവാൻ ആയിരുന്ന സർ CP രാമസ്വാമി അയ്യർക്കെതിരെ 1938 രാജധാനി മാർച്ച് നടത്തിയതും അക്കാമ ചെറിയാന്റെ നേതൃത്വത്തിൽ ആയിരുന്നു. അപ്പോൾ രാജധാനി മാർച്ച് 1938 രാജധാനി മാർച്ച് നടത്തിയതും അക്കാമ ചെറിയാന്റെ നേതൃത്വത്തിലായിരുന്നു. രാജധാനി മാർച്ച് നടന്നത് തിരുവനന്തപുരത്തെ തമ്പാനൂർ നഗരം മുതൽ തിരുവനന്തപുരത്തുള്ള കവടിയാർ കൊട്ടാരം വരെയാകുന്നു രാജധാനി മാർച്ച് നടന്നത്. തിരുവനന്തപുരത്തുള്ള തമ്പാനൂർ നഗരം മുതൽ തിരുവനന്തപുരത്തുള്ള കവടിയാർ കൊട്ടാരം വരെ 1 കിലോമീറ്റർ ദൂരമാകുന്നുള്ളത്. 1938 നടന്ന ഈ രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയത് അക്കാമ ചെറിയാൻ ആയിരുന്നു. ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിനിടെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ അക്കാമ ചെറിയാൻ പറഞ്ഞ വാക്കുകൾ പ്രസിദ്ധമാണ്. അതാകുന്നു, ഐ ആം ദ ലീഡർ, ഷൂട്ട് മീ ഫസ്റ്റ് ബിഫോർ കിൽ അതേഴ്സ്. ഞാനാണ് ലീഡർ, മറ്റുള്ളവരെ കൊല്ലുന്നതിന് മുമ്പ് ആദ്യം എന്നെ വെടിവെക്കൂ എന്നുള്ളത് ഉത്തരവാദ ഭരണ പ്രക്ഷോഭത്തിനിടെയുണ്ടായ പോലീസ് വെടിവെപ്പിൽ അക്കാമ ചെറിയാൻ പറഞ്ഞ വാക്കുകളാണ്. 1938 ഉത്തരവാദ ഭരണ പ്രക്ഷോഭം കൂടുതൽ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കൈവിട്ടു പോയപ്പോൾ ശ്രീ ചിത്ര തിരുനാൾ രാജാവിന് സമർപ്പിച്ച നിവേദനം പിൻവലിക്കുവാൻ ഗാന്ധിജി പറഞ്ഞു. ഈ ഒരു പിന്മാറ്റ നിർദ്ദേശം ഇഷ്ടപ്പെടാതിരുന്ന കോൺഗ്രസിലെ തീവ്ര വിഭാഗം കോൺഗ്രസിൽ നിന്നും പിന്മാറുകയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി രൂപാന്തരപ്പെടുകയും ചെയ്തു. 1939 ഡിസംബറിൽ കണ്ണൂർ ജില്ലയിലെ പിണറായിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകം രൂപീകരിക്കുന്നതിന് ഇത് കാരണമായി. പുന്നപ്ര വയലാർ സമരം. 1946 അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന സർ CP രാമസ്വാമി അയ്യർ പുതിയൊരു ഭരണപരിഷ്കാരം കൊണ്ടുവന്നു. അതായത് തിരുവിതാംകൂർ ഇന്ത്യയിൽ ലയിക്കാതെ ഒരു സ്വതന്ത്ര രാജ്യമായി തന്നെ നിലനിൽക്കുക എന്നതായിരുന്നു ആ തീരുമാനം. അതിനായി അദ്ദേഹം ഒരു ഭരണക്രമം മുന്നോട്ട് വെച്ചു. അമേരിക്കൻ പ്രസിഡന്റ് പോലെ തിരുവിതാംകൂർ രാജ്യത്തിന്റെ പ്രസിഡന്റായി നിൽക്കുവാനും എന്നാൽ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് നീക്കം ചെയ്യാൻ പാടില്ലാത്ത എക്സിക്യൂട്ടീവ് അംഗങ്ങളെ നിയമിച്ചുകൊണ്ടുള്ള ഭരണ സംവിധാനമായിരുന്നു സർ CP രാമസ്വാമി അയ്യർ മുന്നോട്ട് വെച്ചത്. അന്നത്തെ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര വയലാർ ഭാഗങ്ങളിലെ ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെ ശക്തമായി പോരാടി. കാരണം സർ CP രാമസ്വാമി അയ്യരുടെ ദുർഭരണം കാരണം അവിടുത്തെ ജനങ്ങൾ പട്ടിണി കൊണ്ട് മരണപ്പെടുന്ന അവസ്ഥയും ജന്മിത്ത ചൂഷണവും തുടരുന്ന സാഹചര്യത്തിലായിരുന്നു പുന്നപ്ര വയലാർ സമരം അരങ്ങേറിയത്. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യവുമായി
1946 ഒക്ടോബർ 24 മുതൽ 27 വരെ നീണ്ടുനിന്ന ഈ സമരത്തിൽ 1000-ഓളം ആളുകൾ ദിവാൻ CP രാമസ്വാമി അയ്യരുടെ പട്ടാളത്തോക്കിന് മുന്നിൽ മരണപ്പെട്ടു. ഈ പുന്നപ്ര വയലാർ സമരത്തിന് നേതൃത്വം കൊടുത്തത് വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ട CK കുമാരപ്പണിക്കർ ആയിരുന്നു. ഈ സമരത്തിലൂടെ ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ തിരുവിതാംകൂർ ഭരണം അവസാനിക്കുകയും 1948 മാർച്ച് 24-ന് തിരുവിതാംകൂറിൽ പട്ടം A താണുപിള്ള പ്രധാനമന്ത്രിയായി ചുമതലയേറ്റുകൊണ്ട് പുതിയൊരു മന്ത്രിസഭയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രിയാകുന്നു VS അച്യുതാനന്ദൻ. എന്താണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം? 1941 കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനു വേണ്ടി രൂപം കൊണ്ട പാർട്ടിയാകുന്നു കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ഇന്നത്തെ തൃശൂരിന്റെ ഭാഗമായിരുന്ന ഇരിങ്ങാലക്കുടയിലാണ് കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന പാർട്ടി രൂപം കൊണ്ടത്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി VR കൃഷ്ണൻ എഴുത്തച്ഛൻ, ആദ്യ പ്രസിഡന്റ് S നീലകണ്ഠ അയ്യർ. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ഫലമായി 1947 ഓഗസ്റ്റ് 14-ന് കൊച്ചിയിൽ ജനാധിപത്യ സർക്കാർ രൂപം കൊണ്ടു. അങ്ങനെ പനമ്പള്ളി ഗോവിന്ദൻ മേനോൻ കൊച്ചി സർക്കാരിന്റെ ആദ്യ പ്രധാനമന്ത്രിയായി. കടക്കൽ സമരം 1938 കൊല്ലം ജില്ലയിലെ കടക്കലിലാണ് ഈ സമരം അരങ്ങേറിയത്. കൊല്ലം ജില്ലയിലെ കടക്കൽ ചന്തയിൽ ഗവൺമെന്റിന്റെ ഏജന്റുമാർ അമിതമായി നികുതി കടക്കൽ കർഷകരിൽ നിന്നും ഈടാക്കാൻ തുടങ്ങിയപ്പോൾ ഫ്രാങ്കോ രാഘവൻ പിള്ളയുടെ നേതൃത്വത്തിൽ നടന്ന തീവ്രമായ സമരമായിരുന്നു കടക്കൽ സമരം. ഈ സമരഫലമായി തിരുവിതാംകൂർ ഗവൺമെന്റിനും കർഷകർക്കും ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. മൊറാഴ സമരം നമുക്കറിയാം. ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്നത് 1914 മുതൽ 1918 വരെയാകുന്നു. സെക്കൻഡ് വേൾഡ് വാർ നടക്കുന്നത് 1939 മുതൽ 1945 വരെയാകുന്നു. ഈ രണ്ടാം ലോക മഹായുദ്ധകാലത്ത്, അതായത് 1940 സെപ്റ്റംബർ 15-ന് കണ്ണൂർ ജില്ലയിലെ മൊറാഴ എന്ന സ്ഥലത്ത് അരങ്ങേറിയ സമരമാകുന്നു മൊറാഴ സമരം. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ സാധനങ്ങളുടെ അമിത വിലയ്ക്കും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ മർദ്ദന മുറകൾക്കുമെതിരെ നടന്ന സമരമാകുന്നു മൊറാഴ സമരം. മൊറാഴ സമരത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ട പോലീസുകാരാകുന്നു SI KM കുട്ടിക്കൃഷ്ണ മേനോനും കോൺസ്റ്റബിൾ രാമനും. ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത KPR ഗോപാലിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു. എന്നാൽ ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ അത് ജീവപര്യന്തമായി കുറച്ചു. കയ്യൂർ സമരം 1941 കാസർഗോഡ് ജില്ലയിലെ കർഷക തൊഴിലാളികളായ പ്രാദേശിക കമ്മ്യൂണിസ്റ്റുകാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ മർദ്ദന നയത്തിനെതിരെ നടത്തിയ ജനകീയ മുന്നേറ്റ സമരമാകുന്നു കയ്യൂർ സമരം. ഈ സമരം കാരണമായി 1941 മാർച്ച് 28-ന് കോൺസ്റ്റബിൾ സുബ്ബരായൻ കാസർഗോഡ് കാര്യങ്കോട് പുഴ, അതായത് തേജസ്വിനി പുഴയിൽ വീണ് കൊല്ലപ്പെട്ടു. ആയതിനാൽ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത ചിരുകണ്ഠൻ, അപ്പു, കുഞ്ഞമ്പു നായർ, അബൂബക്കർ എന്നിവരെ 1943 മാർച്ച് 29-ന് കണ്ണൂർ ജയിലിൽ തൂക്കിലേറ്റി. 1941 കയ്യൂർ സമരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മലയാള സിനിമയാകുന്നു മീനമാസത്തിലെ സൂര്യൻ. ലെനിൻ രാജേന്ദ്രനാണ് ഈ ഫിലിം ഡയറക്ട് ചെയ്തത്. കീഴരിയൂർ ബോംബ് കേസ് 1942 നവംബർ 17-ന് ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് മലബാറിലെ കോഴിക്കോട് നടന്ന പ്രസിദ്ധമായ ബോംബ് കേസാകുന്നു കീഴരിയൂർ ബോംബ് കേസ്. ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരാകുന്നു KB മേനോൻ, കുഞ്ഞിരാമ കിടാവ്, മത്തായി മാഞ്ഞൂരാൻ. ഈ ഒരു ബോംബ് സ്ഫോടനവുമായി സംബന്ധിച്ച് ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്ന വർഷം 1942 നവംബർ 17-നാകുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് മലബാറിലെ കോഴിക്കോട് നടന്ന പ്രസിദ്ധമായ ബോംബ് കേസാകുന്നു കീഴരിയൂർ ബോംബ് കേസ്. ഈ ഒരു ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരാകുന്നു KB മേനോൻ, കുഞ്ഞിരാമ കിടാവ്, മത്തായി മാഞ്ഞൂരാൻ. ഈ ബോംബ് സ്ഫോടനവുമായി സംബന്ധിച്ച് ആളപായങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കരിവള്ളൂർ സമരം 1946 കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂരിൽ പ്രഭുക്കന്മാരുടെ നെല്ല് പൂഴ്ത്തിവെപ്പിനെതിരെയും ജന്മിവ്യവസ്ഥയ്ക്കെതിരെയും കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂരിലെ കർഷക തൊഴിലാളികളും കൈത്തൊഴിലാളികളും നടത്തിയ ഒരു സുപ്രധാന കർഷക സമരമായിരുന്നു കരിവള്ളൂർ സമരം. കരിവള്ളൂർ സമരത്തിന് നേതൃത്വം നൽകിയ കർഷക നേതാക്കൾ ആയിരുന്നു AV കുഞ്ഞമ്പു, K കൃഷ്ണൻ മാസ്റ്റർ, P കുഞ്ഞിരാമൻ. കരിവള്ളൂർ സമര നായിക എന്നറിയപ്പെടുന്നത് K ദേവയാനി അമ്മയാകുന്നു. K ദേവയാനി അമ്മയുടെ ആത്മകഥയാകുന്നു ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ. AV കുഞ്ഞമ്പുവിന്റെ ഭാര്യയാകുന്നു K ദേവയാനി അമ്മ. ഭഗത് സിംഗ് രൂപീകരിച്ച നവജവാൻ ഭാരത് സഭ പാർട്ടിയുടെ മാതൃകയിൽ AV കുഞ്ഞമ്പു 1934 അഭിനവ ഭാരത യുവക് സംഘം എന്ന പാർട്ടി രൂപീകരിച്ചു. കരിവള്ളൂർ സമരത്തിലെ രക്തസാക്ഷികളാകുന്നു തിടിൽ കണ്ണൻ, കീനേരി കുഞ്ഞമ്പു. കുട്ടൻകുളം സമരം തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലെ കുടൽമാണിക്യ ക്ഷേത്ര പരിസരത്തുകൂടിയുള്ള റോഡിൽ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെ തുടർന്ന് 1946 നടന്ന സമരമാകുന്നു കുട്ടൻകുളം സമരം. ഈ സമരത്തിന് നേതൃത്വം നൽകിയവരാകുന്നു MK കാട്ടുപറമ്പൻ, PK കുമാരൻ മാസ്റ്റർ, PK ചാത്തൻ മാസ്റ്റർ. MSP സമരം എന്ന് പറഞ്ഞാൽ മലബാറിലെ സ്പെഷ്യൽ പോലീസിന്റെ അതിക്രമങ്ങൾക്കെതിരെ 1946 മലബാറിലെ കർഷകരും തൊഴിലാളികളും സംഘടിച്ചു നടത്തിയ വലിയൊരു സമരമാകുന്നു മലബാർ സ്പെഷ്യൽ പോലീസ് സമരം. തോൽവിറക് സമരം 1946 മലബാറിലെ മലപ്പുറത്ത് നടന്ന കർഷക സമരമാകുന്നു തോൽവിറക് സമരം.
കർഷകർക്ക് കൂലി നൽകാതെ ഭൂജന്മിമാർ കർഷകരെ കൊണ്ട് ധാരാളം വിറകുകൾ വെട്ടിച്ച് അത് കയറ്റി വിൽക്കുമായിരുന്നു. മാത്രമല്ല, വീട്ടിലോ അടുപ്പിലോ വയ്ക്കാനുള്ള വിറക് ശേഖരിക്കാനും അനുവാദം ഭൂജന്മിമാർ നൽകിയിരുന്നില്ല. ഇതിനെതിരെ മലബാറിലെ കർഷകർ 1946 സംഘടിച്ചു നടത്തിയ സമരമാകുന്നു തോൽ വിറക് സമരം. മേച്ചിപ്പുല്ല് സമരം 1946 പാലക്കാട്ടിലെ കർഷകർ സംഘടിച്ചു നടത്തിയ സമരമാകുന്നു മേച്ചിപ്പുല്ല് സമരം. കർഷകരുടെ കാലികൾക്ക് കൊടുക്കുവാനുള്ള പുല്ല് ഭൂമിയിൽ നിന്നും വെട്ടുന്നതിന് നാട്ടുജന്മിമാർ നികുതി ഏർപ്പെടുത്തിയിരുന്നു. ഇതിനെതിരെ കർഷകർ സംഘടിച്ചു നടത്തിയ സമരമാകുന്നു മേച്ചിപ്പുല്ല് സമരം. പുല്ല് വെട്ടുന്നതിനും നികുതി ഏർപ്പെടുത്തിയത് കാരണം 1946 പാലക്കാട്ടെ കർഷകർ സംഘടിച്ചു നടത്തിയ സമരമാകുന്നു മേച്ചിപ്പുല്ല് സമരം. പാലിയം സത്യാഗ്രഹം 1947-48 കാലഘട്ടങ്ങളിലാണ് പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷം നടക്കുന്ന തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള ആദ്യത്തെ സമരമാകുന്നു പാലിയം സത്യാഗ്രഹം. എറണാകുളത്ത് ചേന്നമംഗലത്തുള്ള പാലിയത്തച്ഛന്റെ വീടിന് മുന്നിലുള്ള റോഡിലൂടെ നടക്കുവാനുള്ള അവകാശം ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരമാകുന്നു പാലിയം സത്യാഗ്രഹം. ഈ സമരത്തിന് നേതൃത്വം നൽകിയത് കേരള നവോത്ഥാന നായകരിൽ പ്രമുഖനായ സി കേശവൻ ആയിരുന്നു. അതുപോലെ നമ്പൂതിരി വനിതകൾക്ക് നേതൃത്വം നൽകിയത് ആര്യ പള്ളവുമായിരുന്നു. ഈ സമരത്തിന്റെ രക്തസാക്ഷിയാകുന്നു AG വേലായുധൻ. 1948 ഈ സമരം ബലം കണ്ടു.